പ്രിയമുള്ളവരെ, നമുക്കറിയാം സാധാരണക്കാരന് ഒരുപാട് ആൾക്കാർ പല പ്രവർത്തികളും ചെയ്ത് സമൂഹത്തിന് വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ നമുക്കറിയാം. അതുപോലെ തന്നെ ഒരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത് റിട്ടയർഡായി സാധാരണക്കാരനായി ജീവിതം ആരംഭിച്ച് അസാധാരണമായ ചില പ്രവർത്തികളിലൂടെ മറ്റുള്ളവരുടെ ക്ഷേമത്തിന് കാരണമായ ഒരാളെയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത്. നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ള ശ്രീ ഭാസ്കരൻ നായരാണ്. അദ്ദേഹം ചേർത്തലയിൽ തുറവൂരാണ് താമസം. നമുക്ക് അദ്ദേഹത്തെ ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. സർ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം സാർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനായിട്ട് ജോലിയിലോട്ട് കയറിയത് തൊട്ടൊന്ന് വിവരിക്കാൻ പറ്റുമെന്ന്? തീർച്ചയായും. ഞാൻ തുറവൂര് നരസിംഹസ്വാമി ക്ഷേത്രത്തിലെയും എറണാകുളം ശിവക്ഷേത്രത്തിലെയും ഒരു തികഞ്ഞ ഭക്തനാണ്. എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞ് ജീവിതം ആരംഭിക്കേണ്ട ആ ഘട്ടത്തിൽ മറ്റ് കുട്ടികൾക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങൾ പലതും എനിക്കില്ലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, സാമ്പത്തിക കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് ഞാൻ സ്വന്തമായി ജീവിക്കുന്നതിന് വേണ്ടി ഒരു തൊഴിൽ നേടി. അന്ന് ഇന്നത്തെ പോലെ അരൂർ പാലമൊന്നുമില്ല, അരൂർ വരെ ഉള്ളൂ ബസ്. അവിടെ നിന്ന് എറണാകുളത്തെത്തി ബാനർജി റോഡ് വഴി, മദ്രാസ് കേഫ് വഴി, MG റോഡ് വഴി കറങ്ങി എറണാകുളം ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് അവിടെ ഭാരത് ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്നൊരു ഹോട്ടൽ കണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നപ്പോഴും ഒരു ജോലി എനിക്ക് ലഭ്യമായില്ല. എറണാകുളം ഭഗവാനെ വണങ്ങിയിട്ട് ഞാൻ ഭാരത് ടൂറിസ്റ്റ് ഹോം എന്ന് പറയുന്ന ആ ഗേറ്റിങ്ങിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്ന സെക്യൂരിറ്റിക്കാരനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ എനിക്കൊരു ജോലി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമി ഇപ്പോൾ വരും, അനിയൻ അവിടെ നിൽക്കൂ, സ്വാമി വിചാരിച്ചാൽ നടക്കും എന്ന് പറഞ്ഞു. എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് ഒരു 5 മിനിറ്റിനകം ഗോവിന്ദറാവു എന്ന് പറയുന്ന ശുദ്ധ ഖദർധാരിയായ സിൽക്ക് കതറിട്ട് അദ്ദേഹം കയറുകയും ഞാൻ അദ്ദേഹത്തെ വണങ്ങി. സ്വല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ അകത്തേക്ക് വിളിച്ചു. കൗണ്ടറിൽ നിർത്തിക്കൊണ്ട് എന്ത് ജോലി ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ജോലി ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ യാദൃച്ഛികമായിട്ട് ഞാൻ 10ാം ക്ലാസ് പാസ്സായതാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ 10ാം ക്ലാസ്സുകാരനുള്ള ജോലി ഇവിടെ ഇല്ലല്ലോ, എന്ത് ജോലിയും ചെയ്യാമോ? നമ്മളതില്ല, ഞാൻ എന്ത് വരാം. അപ്പോൾ അങ്ങനെ അദ്ദേഹം അവിടെ ഇരുന്ന കൗണ്ടറിലിരുന്ന സ്വാമിയോട് ഇയാളെ അകത്ത് കൊണ്ടുപോകൂ, എന്നിട്ട് അവിടെ ജോലി നിർത്തിയേക്കൂ എന്ന് പറഞ്ഞു. അവിടെ ആദ്യമായിട്ട് ഇന്ന് കാണുന്ന അതേ ഭാരത് ടൂറിസ്റ്റിൻ്റെ പുറകിൽ ഈ പ്ലേറ്റ് കഴുകുന്നതൊക്കെ അന്ന് ഞങ്ങളുടെ ഭാഷയിൽ കൊട്ടത്തളം എന്നാണ് പറയുന്നത്. ആ ഒരു ഇതിൽ മറ്റു കുറേ കുട്ടികളുണ്ട്. അവരുടെ ഒപ്പം തന്നെ ഒരു കാക്കി നിക്കറും ഒരു കാക്കി ഷർട്ടും ഇട്ട് എന്നെ ജോലിക്ക് നിയമിച്ചു. എൻ്റെ പെരുമാറ്റം കൊണ്ടായിരിക്കും എന്തോ സ്വാമിക്ക് എന്നോട് കൂടുതൽ കൂറ് തോന്നുകയും അവിടെ താമസിക്കാൻ വന്നവരുടെ റൂം ബോയ് ആയിട്ടിരുന്നു. അപ്പോൾ സിനിമാ നടന്മാരും ഇവരൊക്കെയാണ് അവിടെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരത്തെ സമയത്ത് അവിടെ കുറേ വക്കീലന്മാരും ഇവരുമൊക്കെ സാധാരണ വരാറുണ്ട്. ഈ കാലഘട്ടത്തിൽ തന്നെ ഞാൻ ടൈപ്പ് റൈറ്റിങ്ങിന് ചേർന്നു. ചാമ്പ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ നമ്മുടെ ഇന്ന് ജോസ് പ്രദേശിൻ്റെ അപ്പുറത്ത് മേനകയുടെ പുറകിലുള്ള അവിടെ ഞാൻ ചേർന്നിരുന്നു. അപ്പോൾ അവിടെ ഈ വൈകുന്നേരം അഡ്വക്കേറ്റുമാരും മറ്റുള്ളവരുമൊക്കെ ചായ കുടിക്കാൻ വന്ന്, ചായ എന്നല്ല, വളരെ ഇത് വലിയ വിപുലമായ രീതി കഴിഞ്ഞ് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ പോകും. അങ്ങനെ അവിടെ വന്നപ്പോഴാണ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖര മേനോനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 3 മക്കൾ, പാർവതി, കൃഷ്ണ, ഗിരിജ എന്ന 3 കുട്ടികളുമായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ആ കുട്ടികൾ ഞാനുമായിട്ട് വളരെ അടുക്കുകയും തുടർന്ന് അങ്ങനെ കുറേ നാൾ പോയി. അത് കഴിഞ്ഞപ്പോൾ യാദൃച്ഛികമായിട്ട് എന്നെ അവിടെ നിന്ന് പിരിച്ചു വിടുകയും വീണ്ടും ഞാൻ ജോലി അന്വേഷിച്ച് എറണാകുളം തെരുവോരങ്ങളിൽ നടന്ന് വളഞ്ഞമ്പലം ദേവീക്ഷേത്രത്തിൻ്റെ വാതിൽക്ക് വെച്ച് ഒരാളുമായിട്ട് പരിചയപ്പെടുകയും അദ്ദേഹം എനിക്കൊരു വീട്ടുജോലി സാധിച്ചു തരാം എന്ന് പറഞ്ഞ് ഇന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്കുള്ള അവിടെ തോട്ടക്കാട്ട് വേണുഗോപാൽ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖര മേനോൻ്റെ അനന്തരവനാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും അങ്ങേര് വീണ്ടും എന്നെ ഈ ചന്ദ്രശേഖര മേനോൻ്റെ വീട്ടിലേക്ക് സഹായിയായിട്ട് വിളിക്കുകയും ചെയ്തു. ഞാൻ അവിടെ അദ്ദേഹം നല്ലൊരു മനുഷ്യൻ, ഈശ്വര വിശ്വാസമാണ്. എല്ലാ ദിവസവും രാവിലെ എറണാകുളം അമ്പലത്തിലൊക്കെ പോകും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പൂവൊക്കെ ഒരുക്കി കൊടുക്കും. ലീല അമ്മ എന്നാണ് അവരുടെ പേര്. അവരും ഞാൻ അമ്മയെന്നാണ് വിളിക്കാറ്, അവർ ഭാസ്കര എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ കൊച്ചു കുട്ടികളാണ്. ആ കുട്ടികളെയൊക്കെ നോക്കി അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ അന്ന് എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കിടക്കാനൊരിടവും ഭക്ഷണവും മാത്രമാണ്, വേറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നിന്ന് സ്വല്പം കഴിഞ്ഞപ്പോഴത്തേക്ക് മന്ത്രിസഭയിൽ എന്തോ പ്രശ്നങ്ങളുണ്ടായി, പിരിച്ചു വിട്ട് കാഞ്ഞങ്ങാടുകാരനായ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആൾ, കെ ചന്ദ്രശേഖരൻ എന്നാണ് പറയുന്ന ആൾ എറണാകുളത്ത് വരികയും ഇവർ രണ്ടുപേരും കൂടി അന്ന് തോട്ടക്കാട്ട് മറ്റേ ലായം റോഡിലുള്ള ആ ചന്ദ്രശേഖര മേനോൻ്റെ വീടിൻ്റെ തൊട്ടുപറ്റിയുള്ള അവരുടെ കെട്ടിടത്തിൽ തന്നെ ഒരു ലായേഴ്സ് ഫാം തുടങ്ങുകയും അവിടെ ശരിക്കും പറഞ്ഞാൽ അടയ്ക്കാനും. അപ്പോൾ ലീലമ്മേനോട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ജോലി. അപ്പോൾ അവർ പറഞ്ഞു ഭാസ്കരൻ ഇനി ഇവിടെ നിൽക്കണ്ട, നമ്മുടെ ആഫീസിൽ കിടക്കണതും ഭക്ഷണമൊക്കെ ഇവിടെ നിന്ന് തരാം, ആഫീസിൽ തുറക്കാനും പിടിക്കാനും ഒക്കെ ടൈപ്പ് റൈറ്റിംഗ് അറിയാമല്ലോ, എന്തെങ്കിലുമൊക്കെ സഹായിക്കുക. അദ്ദേഹത്തെ വിളിക്കണത് ചന്ദ്രൻ എന്നാണ്. അപ്പോൾ ചന്ദ്രനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ചന്ദ്രശേഖരനും ഉണ്ടാകും എന്ന്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വപ്നത്തിൽ നിന്നൊക്കെ വളരെ കൂടുതലായിരുന്നു. ഇന്ന് കാണുന്ന ഇതായിരിക്കുന്ന തമ്പാൻ തോമസ്, ഇന്ന് ഏറ്റവും ലീഡിങ് അഡ്വക്കേറ്റായ NN സുഗുണപാലൻ, K വിജയൻ, ഇപ്പോൾ റിട്ടയർ ചെയ്ത് പിന്നെ ജസ്റ്റിസ് CS രാജൻ, അങ്ങനെ കുറേ അധികം PK അമ്മണി, ഇങ്ങനെ കുറേ വക്കീലന്മാരും ഒക്കെ ആയിട്ട് വളരെ തമ്പാൻ തോമസ്, ഇങ്ങനെ എല്ലാവരുമായിട്ട് വളരെ അടുക്കുകയും അന്ന് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആൾ സോഷ്യലിസ്റ്റ് SP യുടെ ചെയർമാനായിരുന്നു. മന്ത്രി PR കുറുപ്പൊക്കെ അവിടെ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെയായിട്ട് ബന്ധപ്പെട്ട് ഈ ലീല അമ്മയുടെയും ചന്ദ്രശേഖര മേനോൻ സാറിൻ്റെയും ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് തമ്പാൻ തോമസ് എന്ന് പറയുന്ന യുവ സോഷ്യലിസ്റ്റ് നേതാവ്, അഡ്വക്കേറ്റ് കൂടെയാണ്, ഞങ്ങളുടെ ജൂനിയറാണ്, അങ്ങയുടെയും കൂടി ശ്രമഫലമായിട്ട് ഞാൻ 1969 നവംബർ 19 സഹകരണ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന എറണാകുളത്ത് ഓഫീസ് ടൈപ്പിസ്റ്റായിട്ട് താൽക്കാലികമായ ജോലി ലഭിച്ചു. അത് തുടർന്നും നമ്മൾ ഈ വക്കീലിൻ്റെ ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെടുകയും 1-2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു വഴിത്തിരിവായിരുന്നു എന്ന് തന്നെ പറയാം ഈ അതിനകത്ത് എറണാകുളം ശിവക്ഷേത്രവും വളഞ്ഞമ്പലം ദേവീക്ഷേത്രവും അതുപോലെ തന്നെ അന്ന് എനിക്ക് ജോലിക്ക് കാട്ടിത്തന്ന അപ്പുക്കുട്ടൻ എന്ന് പറയുന്ന ഈ വേണുവിൻ്റെ വീട്ടിലെ പണിക്കാരനും ലീല അമ്മയും ചന്ദ്രശേഖര മേനോൻ സാറും ചന്ദ്രശേഖരൻ്റെ സഹോദരിയായ ബേബി അമ്മയും ഇവരെല്ലാം എൻ്റെ മുമ്പിൽ കൂടി ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലീല ചന്ദ്രശേഖര ഇപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. ചന്ദ്രശേഖര മേനോൻ്റെ ഭാര്യ ലീല അമ്മയുടെ അശ്രാന്ത ശ്രമത്തിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ജോലി കാരണം അവർക്ക് ആമക്കളില്ല. അവരെന്നോട് നേരെ തന്നെ പറഞ്ഞത് ഭാസ്കരനെ ഞാൻ എൻ്റെ സ്വന്തം മകനെ പോലെ കാണുമെന്ന് അവർ. അപ്പോൾ അവരുടെ അശ്രാന്ത ശ്രമം കൊണ്ടാണ് എനിക്കത് PSC അല്ല, അന്ന് എംപ്ലോയ്മെൻറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ എറണാകുളത്തെ പ്രബലമായ ഒരു വീടാണ് തോട്ടക്കാട്ടെന്ന് പറയുന്നത്. ഈ തോട്ടക്കാട്ടെയാണ് ചന്ദ്രശേഖര മേനോൻ. അതുപോലെ തന്നെ ഒരു പ്രബല വീട്ടിലെയാണ് ഈ ലീലാമ്മ. അപ്പോൾ ലീലാമ്മ അന്ന് എംപ്ലോയ്മെൻറ്റ് ഓഫീസറായിരുന്ന അദ്ദേഹവുമായി ബന്ധപ്പെടുകയും എനിക്ക് ഈ അഡ്വക്കേറ്റ് ഓഫീസിൽ ജോലി ചെയ്തു എന്നുള്ള പരിഗണന വെച്ചുകൊണ്ട് ഒരു പ്രയോറിറ്റിയിൽ എനിക്ക് ഒരു കാർഡ് സംഘടിപ്പിച്ചു തന്നു. അങ്ങനെ ആണ് ഞാൻ എംപ്ലോയ്മെൻറ്റ് വഴി കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ 19/11/1969 ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. അവിടുന്ന് 1 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് അബോളിഷ് ചെയ്യുകയും തിരുവനന്തപുരത്ത് പോവുകയും ഞങ്ങൾ സംഘടിക്കുകയും C. അച്യുതമേനോൻ മന്ത്രിയായിരിക്കും PR കുറുപ്പ് കഴിഞ്ഞ് അദ്ദേഹം മാറി O. കോരൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയായിരുന്നു, മലബാറുകാരനാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി ഞങ്ങളെ എല്ലാവരെയും എന്നെ സെക്രട്ടേറിയറ്റിൽ കൃഷി വകുപ്പിൽ സെക്രട്ടേറിയറ്റിലേക്ക് എന്നെ ടൈപ്പിസ്റ്റായിട്ട് വെച്ചു. ശമ്പളം എല്ലാം കോപ്പറേറ്റീവ് ട്രൈബ്യൂണലിൽ നിന്ന്. അത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങളെ എല്ലാവരെയും അബ്സോർവ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ രജിസ്ട്രാർ ഓഫീസിൽ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൽ PSC വഴിയല്ല, എംപ്ലോയ്മെൻറ്റ് വഴി കിട്ടിയിട്ട് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് PSC അപ്രൂവ് ചെയ്ത് ആധികാരികമായ രീതിയിൽ തന്നെ ഞാൻ ആ
കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ടൈപ്പിസ്റ്റായി. അവിടുന്ന് എൻ്റെ ആവശ്യപ്രകാരം എന്നെ എറണാകുളത്തേക്ക് വീണ്ടും എറണാകുളം അന്ന് ഡെപ്യൂട്ടി രജിസ്ട്രാറാണ്, ചിറ്റൂർ റോഡിലുള്ള ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫീസിൽ എന്നെ പോസ്റ്റ് ചെയ്ത് ഞാൻ അവിടെ ടൈപ്പിസ്റ്റായിട്ട് 2 കൊല്ലത്തോളം ഇരുന്നു. അപ്പോൾ എൻ്റെ പഴയ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആൾക്കാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുകയും അന്ന് ഞാനൊരു ഹോട്ടൽ ജോലിക്കാരനാണെങ്കിൽ പിന്നെ ഞാൻ സർക്കാർ ജീവനക്കാരനായി. അപ്പോൾ അതേ ആൾക്കാർ അതേ ഏരിയയിൽ തന്നെ ഹോട്ടൽ ജീവനക്കാരനായി ഇരുന്ന സ്ഥലത്ത് നിന്ന് അതേ ഏരിയയിൽ തന്നെ ഒരു സർക്കാർ ജീവനക്കാരനായി അതേ രീതിയിൽ സർക്കാർ ജീവനക്കാരനായി. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും നേവൽ ബേസിൽ അന്ന് ഈ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് നേരിട്ട് നേവൽ ബേസിലെടുക്കും. അങ്ങനെ പലരെയും എംപ്ലോയ്മെൻറ്റിലെടുത്തു. എൻ്റെ ഏറ്റവും ആത്മസുഹൃത്തായ കേശവൻ എന്ന് പറയുന്ന ആൾ ട്രാൻസ്പോർട്ട് KSRTC ഡ്രൈവറായി ടൈപ്പിസ്റ്റായി. ഞാൻ ഇവിടെയായ അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഉദ്യോഗ സ്ഥലത്തിലുള്ള ഒരിതായി. അന്നുള്ള കേശവൻ ഇന്നുമുണ്ട്, ഇപ്പോഴും നല്ല സുഹൃത്ത് ബന്ധത്തിൽ തന്നെ അന്നുള്ളതിലുള്ളതാണ് കേശവൻ. രാമകൃഷ്ണൻ നേവൽ ബേസിൽ നിന്ന് ചീഫായിട്ട് പിരിഞ്ഞ ഒരു ശങ്കർലിംഗമുണ്ട്. അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന 2-3 പേരാണത്. അപ്പോൾ അങ്ങനെ സർക്കാർ സർവീസിലായതോടുകൂടി ഭാസ്കരൻ നായരെന്ന് പറയുന്ന ആളിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ എവിടെയാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്? എറണാകുളത്തല്ലേ? അല്ല, ഞാൻ എറണാകുളത്ത് വന്നു. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വന്നു. എറണാകുളത്ത് നിന്ന് പിന്നെ ഞാൻ കോഴിക്കോട് പോയി. കോഴിക്കോട് ജോലി ചെയ്തില്ല, ശമ്പളം കോഴിക്കോടാണെങ്കിൽ ജോലി ചെയ്ത് എറണാകുളത്ത് തന്നെ. സർക്കാർ എപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് പിന്നെ നേറ്റീവ് ജില്ല ആലപ്പുഴ ജില്ലയിൽ വന്നു. ആലപ്പുഴ ജില്ലയിൽ വന്നു കഴിഞ്ഞ് ഞങ്ങളുടെ ഇതനുസരിച്ച് 13 കൊല്ലം ടൈപ്പിസ്റ്റായിട്ടിരുന്ന് കഴിഞ്ഞാൽ ടെസ്റ്റൊക്കെ പാസ്സായാൽ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന് വിടും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഞാൻ പിന്നെ 13 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ സഹകരണ പരിശീലനത്തിനായി കോട്ടയം കോട്ടയം ട്രെയിനിങ് സെൻറ്ററിലേക്ക് ശമ്പളത്തോടു കൂടി നിയമിച്ചു. അവിടുന്ന് ഞാൻ റിസൾട്ട് വന്ന ഉടനെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ സഹകരണ ഇൻസ്പെക്ടറാക്കി. തന്നെയല്ല, ചേർത്തല തന്നെ നിയമിച്ചു. ചേർത്തല വേക്കൻസിയിൽ എന്നെ നിയമിച്ചു. അങ്ങനെ ഞാൻ 31/12/99 വരെ ചേർത്തലയിൽ വിവിധ പോസ്റ്റുകൾ ഏതാണ്ട് ഒരു 15 വർഷം. ഈ 15 വർഷം എന്ന് പറയുന്നത് ഒരാൾക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. ഞാൻ അവിടെ സെയിൽ ഓഫീസർ, കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, ഓഡിറ്റർ, അങ്ങനെ വിവിധ തസ്തികളിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ടൈപ്പിസ്റ്റ് ആയതുകൊണ്ട് സർവീസ് ഇൻസ്പെക്ടർ തസ്തിക കുറവ്. അല്ലാത്തവർക്കാണെങ്കിൽ AR ആയിട്ട് DR ആയിട്ട് JR ഒക്കെ ആയിട്ട് പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്രയും കാലം ഒരു ഓഫീസിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ സജീവമായിട്ട് NGO യൂണിയൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു. അതിലന്നും ഇന്നും ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടി ഭരിച്ചപ്പോഴും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ NGO യൂണിയൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ വിഭാഗത്തിൽ 2 ജനറലും ഉണ്ട്, ഓഡിറ്റും ഉണ്ട്. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മുരടിച്ച പണിയാണ്, കുത്തിയിരുന്ന് പണിയെടുക്കണം. ജനറൽ എന്ന് പറഞ്ഞാൽ ഇലക്ഷന് അങ്ങനെയുള്ള പൊതുജനവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് രാഷ്ട്രീയ ഇടപെടലുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് LDF സർക്കാർ അല്ലാത്ത കാലത്തൊക്കെ എന്നെ ബോധപൂർവം തന്നെ ആഡിറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതും എനിക്കൊരു ഗുണമായി. കാരണം പത്രാസിലൊക്കെ നടക്കുമെങ്കിൽ ഇൻസ്പെക്ടറാണെങ്കിലും ഇതിൻ്റെ കണക്കുകളെ പറ്റിയൊന്നും എനിക്കത്ര ഗ്രാഹ്യമില്ല. പക്ഷേ ആഡിറ്റിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പഠിക്കാൻ നിർബന്ധനാകും. അവിടുന്ന് ഞാൻ പിരിയുന്ന സമയത്ത് ബെസ്റ്റ് ഓഡിറ്റർ എന്നുള്ള നിലയിൽ നല്ല ഒരു പേരോടുകൂടി എനിക്ക് പിരിയാൻ പറ്റും. അപ്പോൾ ഈ ഓഡിറ്ററായിട്ടാണ് റിട്ടയർഡ് ആവുന്നത്? അല്ല, ഇൻസ്പെക്ടറായിട്ടാണ് റിട്ടയർഡ് ആവുന്നത്. എവിടുന്ന്? അപ്പോൾ ആലപ്പുഴ തന്നെയാണ് AR ഓഫീസ്, ചേർത്തല. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം എങ്ങനെയായിരുന്നു? റിട്ടയർമെൻറ്റ് തന്നെ ഒരു വ്യത്യസ്തമായ ഒരു ഇതായിരുന്നു. കാരണം ഞാൻ അവിടെ നിന്ന് പിരിയുമ്പോഴത്തേക്ക് പിരിയുന്ന ആൾക്കാർക്ക് ഒരു എൻഡോമെൻറ്റ് കൊടുക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടി അന്ന് 15,000 രൂപ ഞാൻ ഗവൺമെൻറ് സർവൻസ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും പിരിയുന്ന സമയത്ത് ഇന്ന് നോക്കുകയാണെങ്കിൽ ചെറിയൊരു തുകയാണ്, അതിൻ്റെ പലിശ ഇതായിട്ട് കൊടുക്കണം എന്ന് തോന്നുന്നു. ആ കാര്യത്തിൽ ഗവൺമെൻറ് സർവൻസിലെ സെക്രട്ടറി ആയിരുന്ന പ്രവീൺ എന്ന് പറഞ്ഞ ആൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. 10-20 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ആ പൈസ തിരിച്ചു തരിക, ഡെപ്പോസിറ്റ് പിൻവലിക്കുകയും ചെയ്തു. അത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രത്യേകതയായിരുന്നു. അതിനു മുമ്പ്
മുമ്പും അതിന് പിമ്പും ഈ പിരിഞ്ഞവർക്ക് ഒരു എൻഡോമെൻറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ 10 കൊല്ലം കഴിഞ്ഞ് പിരിയുന്ന അന്നെന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു രീതിയായിരുന്നു. ഞാൻ എല്ലാവർക്കും ഇപ്പോഴും ഉണ്ട് ഒരു വലിയ ഡയറിയും, ആ ഡയറിയിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടൊരു പ്രത്യേക കത്തും എല്ലാവരുടെ ഫോട്ടോവും ഒക്കെ. എൻ്റെ ഭാര്യയും എൻ്റെ മൂത്ത മകൾ ജയശ്രീയും ആ ഫംഗ്ഷനിൽ പങ്കെടുത്തിരുന്നതാണ്. അത് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ അതുപോലെ തന്നെ പഴയ ആൾക്കാരെ, നിലവിലുള്ളവരെ എല്ലാവരെയും കൂടെ വിളിച്ച് AR ഓഫീസിൽ ഒരു ഫംഗ്ഷൻ നടത്തിയിരുന്നു. വീണ്ടും 10 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് 2020 ഇതുപോലെ തന്നെ അവിടെ ഞാൻ ഒരു ഫംഗ്ഷൻ നടത്തുകയും എല്ലാം ഭംഗിയായി നടക്കുകയും ചെയ്തു. അത് മാതൃഭൂമി പത്രത്തിൽ വലിയ ഹെഡിങ്ങോടുകൂടി ഭാസ്കരൻ നായർ വീണ്ടും AR ഓഫീസിൻ്റെ പടി കടന്നു വന്നു എന്നൊരു വലിയ വാർത്ത വരികയും അത് ഒരു വലിയ സന്തോഷവും എൻ്റെ സഹപ്രവർത്തകർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്ന ഒരു വിഷയമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാ കൊല്ലവും ഞാൻ ഡിസംബർ 31-ാം തീയതി AR ഓഫീസിൽ പോവുകയും അവർക്ക് കേക്കും എൻ്റെ പിൻഗാമികൾക്ക് നല്ല പലഹാരങ്ങളും ഒക്കെ കൊടുത്ത് സന്തോഷമായിട്ട് പിരിയാറുണ്ട്. ഈ 2025 ഡിസംബർ 31 കൂടി എൻ്റെ 57ാമത്തെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റുമായുള്ള ബന്ധം അവിടെ പൂർത്തീകരിക്കുക. ഇനി ഞാൻ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഡിസംബർ 31 AR ഓഫീസിൽ ചെല്ലുകയും ഈ 2020 മുതൽ എല്ലാ കൊല്ലവും പോയിക്കൊണ്ടിരിക്കുകയാണ്. 2025 അത് അവിടെ പൂർത്തിയാകും. അപ്പോൾ ഒരു പക്ഷേ സഹകരണ പ്രസ്ഥാനവുമായി ഔദ്യോഗിക ജീവിതത്തിൽ 31 വർഷവും പെൻഷൻ അനന്തരം 25 ദിവസവും 25 വർഷവും അങ്ങനെ 57 ദിവസം 57 വർഷം ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാളിതിന് മുമ്പും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല എന്നുള്ള ക്രെഡിറ്റ്, ഒരു സന്തോഷം എന്നിലുണ്ട്. മാതൃഭൂമി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിലെ പ്രഗത്ഭരായ നേതാക്കന്മാരിൽ നിന്നും ഇതിനെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന് ചോദിച്ചതിന് ആ കൂട്ടത്തിൽ എൻ്റേതായ ഒരു മറുപടി വളരെ കോളം ന്യൂസിൽ ഫോട്ടോ ഒക്കെ ഇട്ട് എടുത്തിട്ട് അങ്ങനെയും വന്നിട്ടുണ്ട്. ഈ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഈ കോവിഡ് കാലത്ത് എന്തോ ചെയ്തതായിട്ട് വാർത്ത വന്നായിരുന്നു, ഞാൻ ഓർക്കുന്നത്. എന്തായിരുന്നു അത്? നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ കോവിഡ് വന്നപ്പോഴത്തേക്ക് ഗേറ്റുകളെല്ലാം അടച്ച് ഭക്തജനങ്ങളെ പുറത്താക്കി, പടിവാതിലുകളെല്ലാം ദേവസ്വം ബോർഡ് അമ്പലം ഉൾപ്പെടെ എല്ലായിടത്തും അടച്ചു. അങ്ങനെ ഈ അമ്പലം ഈ പ്രദേശത്തുള്ള എല്ലാവരും അടച്ച് ഞങ്ങളെല്ലാം വീട്ടിൽ തന്നെ കുത്തിയിരിക്കുകയായിരുന്നു. അപ്പോഴും പൂജാതി കാര്യങ്ങൾ മാത്രം നടത്താനായിട്ട് തുറവൂർ അമ്പലത്തിൽ ഏർപ്പാട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെപ്പോലെ എന്നെപ്പോലെയുള്ള ഒരു 5-6 പേര് പോലീസിനെ വെട്ടിച്ച് രാവിലെയും സന്ധ്യയ്ക്കും അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് ഗേറ്റിൽ പോയി തൊഴാൻ പോകുമായിരുന്നു. അപ്പോൾ ആരുമില്ല. ഈ 2 മേശാന്തിമാരും അത്യാവശ്യം കൊട്ടുകാരും പൂജ ഇത്ര മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നട അടയ്ക്കും. ഈ ക്ഷേത്രം പറയുമ്പോഴത്തേക്ക് തുറവൂർ ക്ഷേത്രം ഇന്ന് എന്നെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ വടക്കണപ്പൻ്റെ മുമ്പ് എന്ന് തൊഴുതേച്ചാണ് പോയി. എൻ്റെ കാര്യങ്ങൾക്ക് എൻ്റെ സ്വന്തം അധ്വാനത്തിലൂടെ അന്നം തരണേ എന്ന് പറഞ്ഞ് പോയിട്ട് എറണാകുളത്ത് ഒരു ദിവസം പോലും ജോലിയില്ലാതെ എനിക്ക് നിൽക്കേണ്ടി വന്നിട്ടില്ല. വടക്കണപ്പൻ്റെ ഇത് തന്നെയെന്നാണ്. അതുപോലെ തന്നെയാണ് ഇത്. കോവിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഈ ശ്രീധരൻ തിരുമേനി തന്നെയാണ് യാദൃശ്യമായിട്ട് കോവിഡ് കാലത്ത് അവിടെ വന്നത്. അവിടെയുള്ള എല്ലാ മേശാന്തിമാരുമായിട്ട് നമ്മൾ ബന്ധം തന്നെയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉച്ച കഴിഞ്ഞ് കാണാം എന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. എന്നപ്പോഴത്തേക്ക് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പെൻഷനായി വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ തുറവൂർ അമ്പലത്തിലെ ഭക്തജന സമിതി ട്രഷററായിട്ടും മറ്റായിട്ടും ഒരുപാട് കാര്യങ്ങൾ 10-25 കൊല്ലം വളരെ സത്യസന്ധനായ, ഊർജ്ജസ്വലനായ, പ്രാപ്തനായ TG പത്മനാഭൻ നായർ, എല്ലാവരും അപ്പു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴക്കടിക്കുമെങ്കിലും അമ്പലത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളെപ്പോഴും ഒന്നായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഖജാൻജിയായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്ത് അവിടെ നിന്ന് പിരിഞ്ഞത്. അപ്പോൾ ആ ഒരു ബന്ധങ്ങൾ അമ്പലമായിട്ടുണ്ട്. അവിടെ വരുന്ന ഭക്തജനങ്ങളുമായിട്ടും ഒരു പക്ഷേ എന്നെ അറിയാത്തവർ വളരെ കുറവാണ്. ഒരുപാട് പേർക്ക് ഞങ്ങൾ ആധ്യാത്മിക ബുക്കുകളും മിക്കവാറും എല്ലാ അമ്പലത്തിലും ഒരു സീലുള്ള ബുക്ക് കാണും. അത് ഞാൻ കൊടുത്തിരിക്കുന്ന ബുക്ക് ഒന്നില്ലെങ്കിൽ ഭഗവത്ഗീതയായിരിക്കും, അല്ലെങ്കിൽ രാമായണമായിരിക്കും, അങ്ങനെ എന്തും ആയിക്കോട്ടെ, നല്ലത് ജ്ഞാനപ്പാനയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ തിരുമേനി ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു ഞാൻ വൈകുന്നേരം എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ് വാസി ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലോകാ സമസ്ത സുഖനോ ഭവന്തു, എല്ലാവരെയും ഒരുപോലെ കണക്കാക്കുകയാണ്. അന്ന് ഈശ്വരന് ഇപ്പോൾ തിരുമേനി കണ്ടല്ലോ, ഈശ്വരൻ ആണ് എല്ലാമെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഈശ്വരനെ ഇല്ലാതെ വരുന്നു? ഈശ്വരന് പൂട്ടിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈശ്വരനും മനുഷ്യനും ഒന്നാണ്.
എന്നാണ് എൻ്റെ സങ്കല്പം, എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ലോകാ സമസ്ത സുഖനോ ഭവന്തു, ലോക നന്മയ്ക്കായിട്ട് എൻ്റെ ഇതിന് വേണ്ട. ഇപ്പം ഞാൻ ഇവിടുന്ന് രോഗമില്ലാതെ രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ എനിക്കൊന്നുമില്ല, എനിക്ക് സമൂഹം ഉണ്ടെങ്കിൽ വരും, എൻ്റെ സ്വന്തക്കാരുണ്ടെങ്കിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഈ സമൂഹത്തിന് നല്ലതായി ഈ രോഗം മൊത്തം ലോകമെമ്പാടുമാണ്, അത് മാറുന്നതിനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു, ബാസി അതൊരു കാര്യം ചെയ്യൂ, 4 ഇത് നടത്തുക, 4 ഹോമങ്ങൾ നടത്തുക. അതിൽ ഒന്നാമത്തെ ഹോമം എന്ന് പറഞ്ഞാൽ ഈ രോഗങ്ങളെ ശമിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഹിന്ദുക്കൾ സമീപിക്കുന്നത് ധന്വന്തരി മൂർത്തിയാണ്. അപ്പോൾ അത് നമ്മുടെ ചേർത്തലയിലുണ്ട്. അപ്പോൾ ധന്വന്തരി മന്ത്രാർച്ചന, ഇപ്പോൾ ചേർത്തല പോകാനും നടത്താനും പറ്റത്തില്ല, ധന്വന്തരി മന്ത്രാർച്ചന. പിന്നെ തുറവൂരിനെ സംബന്ധിച്ചിടത്തോളം ബാസിക്ക് മാറി നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നരസിംഹ മന്ത്രാർച്ചനയും സുദർശന മന്ത്രാർച്ചനയും പാനകം എന്ന് പറയുന്നത് നരസിംഹമൂർത്തിയുടെ അവതാരം കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുക. അത് അങ്ങനെ 4 എണ്ണം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ തിരുമേനി അത് കൊടുക്കാമെന്ന്. അപ്പോൾ അന്നേരം ഏതാണ്ടോ 10 ദിവസത്തേക്കേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു 10 ദിവസം. അപ്പോൾ ദേവസ്വം ബോർഡിൽ അന്ന് ചീട്ട് എഴുതുകയോ അങ്ങനെ ഒരമ്പലത്തിലും ഭക്തജനങ്ങളുടെ വഴിപാട് എടുക്കുന്നില്ല, ഒരു നടയും തുറക്കത്തില്ല, ഭക്തജനങ്ങൾക്ക് പ്രവേശനമില്ല. അന്ന് ഇവിടെ ഒരു സോമനാഥൻ പിള്ള എന്നും പറഞ്ഞൊരു AO ആയിരുന്നു, അങ്ങേര് ഞാനുമായിട്ട് അങ്ങേരോട് വിവരം പറഞ്ഞപ്പോൾ അങ്ങേര് പറഞ്ഞു സാറിൻ്റെ കാര്യമല്ലേ, അത് ഞാൻ കൈകാര്യം ചെയ്തിരിക്കും എന്നും പറഞ്ഞ് ഒരു ദിവസം 240 രൂപ വച്ച് 10 ദിവസത്തേക്കുള്ള പണം നമ്മൾ അടച്ചു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം പോയി ഞങ്ങൾ കുറച്ച് പേരുണ്ട്, വന്ന് തൊഴുതും അങ്ങനെ പോയി. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും കൂട്ടി. അങ്ങനെ കൂട്ടി നട തുറക്കാതെ, ഗേറ്റ് തുറക്കാതെ, അകത്ത് പ്രവേശിക്കാതെ യാദൃച്ഛികമായിട്ടായിരിക്കാം 101 ദിവസം നടത്തി കഴിഞ്ഞ് 100ാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് തിരുമേനിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബാസി ഇനിയിപ്പോൾ കൂടുതലൊന്നും ചെയ്യേണ്ട, ബാസി ഒരു കാര്യം ചെയ്യും, കുറച്ച് പാനകം കൂടുതൽ മേടിച്ചിട്ട് ഇന്ന് ദീപാരാധനയ്ക്ക് വന്നവർക്ക് കൊടുത്ത് നമുക്കിത് സമർപ്പിക്കാം എന്ന് പറഞ്ഞ് പുള്ളി പ്രസാദമൊക്കെ തന്നു. ഈ എല്ലാത്തിൻ്റെയും കൂടി ഒന്നിച്ച് പുള്ളിക്ക് നമ്മൾ ദക്ഷിണയൊക്കെ കൊടുത്ത് മിക്കിശാന്തിക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ചേട്ടാ ഇത് ഒരു പക്ഷേ ദേവസ്വം ബോർഡിൽ 1204 അമ്പലങ്ങളുണ്ട്, ഓരോറ്റയിടത്തും ഈ വഴിപാടില്ല. കാരണം അത് പറഞ്ഞത് ദേവസ്വം ബോർഡിലൊരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് ചേട്ടന് ഇത്രയും ചെയ്തില്ലേ, അതുകൊണ്ട് ചേട്ടനൊരു പണിയേ അതുകൂടെ ഒന്ന് മേടിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അതനുസരിച്ച് ഞാൻ വേറൊരു സുഹൃത്തിനെ കൊണ്ട് വിവരാവകാശപ്രകാരം വയ്ക്കത്ത് ചോദിച്ചു. അവർ മറുപടി തരാതെ, അപ്പോൾ എൻ്റെ കയ്യിൽ എല്ലാ റെസിറ്റും ഉണ്ട്. ഈ 101 ദിവസവും 240 രൂപ വെച്ച് അടച്ചതുണ്ട്. പിന്നെ പല തണുത്തരമൊക്കെ പഴിഞ്ഞ് അങ്ങനെ പോയി. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് വേറൊരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ വന്നപ്പോൾ അങ്ങനെ മറുപടി തന്നു, ഈ ദിവസം തുറവൂർ ദേവസ്വത്തിൽ ഈ ഒരു വഴിപാട് മാത്രമേ ഉള്ളൂ എന്നും, വേറെ ഭക്തരുടെ ആരുടെയും വഴിപാടില്ല, ആളില്ലല്ലോ, ജീവനക്കാരുമില്ല, ഇതില്ല, ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അന്വേഷിച്ചപ്പോൾ അനൗദ്യോഗികമായിട്ട് ദേവസ്വം ബോർഡിൽ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ചേട്ടൻ്റെത് മാത്രമേ ഉള്ളൂ, ദേവസ്വം ബോർഡിൽ വേറെ ഒരിടത്തും ശബരിമല ഏറ്റുമാനും ഒന്നുമില്ല. കാരണം തരാനാളുണ്ട്, പക്ഷെ മേടിക്കാൻ ആളില്ലല്ലോ, അതുകൊണ്ടില്ല, ചേട്ടൻ്റെ മാത്രമേ ഉള്ളൂ രേഖാമൂലം ഉള്ളത്. അത് അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ജീവിതത്തിൽ അത് ഇത് തുറക്കുന്ന ദിവസം മാതൃഭൂമി ഒരു സർവേ നടത്തിയപ്പോഴത്തേക്ക് അവർ പ്രധാനപ്പെട്ട അമ്പലങ്ങൾ ഹരിപ്പാട്, അമ്പലപ്പുഴ, തുറവൂർ ഈ 3ഉം സെലക്ട് ചെയ്തുകൊണ്ട് അവർ ഭക്തജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആലപ്പുഴയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഭാസ്കരനാഥ്. അപ്പോൾ അമ്പലച്ചാൻ പറഞ്ഞ് എല്ലാ ദിവസവും പോകാറുണ്ട്, ചേട്ടന് കുറേ കാര്യങ്ങളറിയാം, അതുകൊണ്ട് ചേട്ടനോട് കാര്യം ചോദിക്കാതെ. അപ്പോൾ ഞങ്ങൾ ഇന്ന ദിവസം വരാൻ ചെന്നു. അപ്പോൾ അവർ അമ്പലത്തിൽ വെച്ച് അതിനകത്ത് ഈ ഹരിപ്പാട് ഒരാളുടെ, അമ്പലപ്പുഴയിലെ ഒരു സ്ത്രീയുടെ, തുറവൂര് എൻ്റെ, ഞങ്ങളുടെ 3 പേരുടെയും പടമൊക്കെ എടുത്തിട്ട് തുറവൂര് അമ്പലത്തിൽ 101 ദിവസം ലോകാസംസ്ഥ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അമ്പലത്തിൽ നിന്ന് വേറൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സമയത്ത് എൻ്റെ മരുമകന് കൃഷിയിൽ താല്പര്യം വന്നിട്ട് കാർഷികമായ വളമൊക്കെ വിൽക്കുന്നൊരു കട തുടങ്ങണമെന്ന് പറയുന്നത്, ഞാനതിനെ സംവിധാനം ചെയ്തപ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് അതിനകത്തൊരു പ്രധാനം വന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കൃഷിയുടെ ഫലം ഭഗവാൻ കൊടുക്കണ്ട. അപ്പം ഞാൻ അങ്ങനെ കദളിവാഴ കൃഷി ചെയ്യണമെന്ന് പറയുകയും ഞാനങ്ങനെ കാർഷിക വികസന ബാങ്കിൽ നിന്ന് കദളിവാഴ മേടിച്ച് നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരത്തോടു കൂടി അവിടെ 10-25 വയ്ക്കാൻ പറ്റുള്ളൂ, 25-30 എൻ്റെ ഇവിടുത്തെ ഒരു പണിക്കാരനാണ് സഞ്ജീവൻ എന്ന് പറയുന്ന ആളുടെ, അന്നത്തെ AO ഭാവന എന്ന് പറയുന്ന അവരുടെയൊക്കെ സപ്പോർട്ടോടു കൂടി, ദേവസ്വം ബോർഡിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെ 10-25 കദളിവാഴ വയ്ക്കുകയും 25-30 ഒക്കെ എല്ലാം കൊളിച്ചു. ഭഗവാൻ എന്നെ മുഴുവൻ സമർപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് എനിക്ക് പറ്റുന്ന പണിയല്ല എന്ന് മനസ്സിലായി. ഞാൻ വേറെ ഒരുപാട് പേർക്ക് 120ഓളം കദളിവാഴ വാങ്ങിച്ച്
അവിടുത്തെ ഭക്തർക്കൊക്കെ കൊടുക്കുകയും ചെയ്തു. അത് കേരള കൗമുദി വളരെ മാതൃഭൂമിയൊന്നുമില്ല, കേരള കൗമുദി അത് ഫോട്ടോ സഹിതം അവരുടെ കേരള കൗമുദി സ്പെഷ്യൽ എന്നും പറഞ്ഞുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ അത് പ്രസിദ്ധീകരിച്ചതും എനിക്ക് കിട്ടിയ ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു അംഗീകാരമാണ്. അതായത് നമ്മുടെ കോവിഡ് കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കോവിഡിൽ മറ്റേ തിരുവനന്തപുരത്ത് പോയിട്ട് മറ്റേ ആരോഗ്യ പ്രവർത്തകർക്ക് എന്തോ ഇത് കൊടുത്തെന്നൊരു ന്യൂസ് വായിച്ചായിരുന്നു, ഞാൻ ഓർക്കുന്നു. അതെന്തായിരുന്നു അത്? പിന്നെ ഞാൻ എല്ലാ കാലത്തും മാതൃഭൂമി വായിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ജീവിത തുടക്കം അതാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ മാതൃഭൂമി വായിക്കുക. അങ്ങനെ മാതൃഭൂമി വായിച്ചപ്പോൾ 25 മൃതശരീരങ്ങൾ ബന്ധുക്കൾ എടുക്കാതിരുന്നിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ വനിതകൾ 8 വനിതകൾ ചേർന്ന് ഇവരെ മശാനത്തിൽ സംസ്കരിക്കുകയും അവരുടെ മതാചാരപ്രകാരമുള്ള ക്രിയകൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമിയിൽ ഒരു പ്രധാന വാർത്ത ഉണ്ട്. ഇത് വാർത്ത കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മാധവസേവമാനം ഭഗവാൻ എന്ന് പറയും. ഞാൻ ഇന്നും അന്നും എപ്പോഴും ഭഗവാന്റെ ആദ്യകാലത്തെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ ദിവസം എന്തെങ്കിലും നല്ലത് ചെയ്യാൻ തോന്നണേ എന്ന് എൻ്റെ ആവശ്യം ഞാൻ പറയാറില്ല. അപ്പോൾ അങ്ങനെ അന്ന് പ്രാർത്ഥിച്ച ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി, അയ്യോ എത്ര മനോഹരമാണ് ഇവർ ചെയ്യുന്നത് എന്നിങ്ങനെ തോന്നി. അതിന് വെറുതെ എന്നെ സംബന്ധിച്ചിടത്തോളം പറച്ചിനേക്കായാലും ആശംസിക്കുകയല്ല, അവരെ ആശംസിച്ച പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ള ഒരു വിശ്വാസക്കാരനായ. തെറ്റോ ശരിയോ ഒന്നും എനിക്കറിയാൻ പറ്റും. അതിനകത്ത് സാമ്പത്തികം ചിലവ് അതൊന്നും ബുദ്ധിമുട്ടൊന്നും എനിക്ക് പ്രശ്നമല്ല. അപ്പോൾ അങ്ങ് എനിക്ക് തോന്നി ഇവർക്ക് എന്താ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ ആലോചിച്ചു. ഞാൻ നേരെ യാദൃശ്യമായിട്ട് ജംഗ്ഷനിൽ ചെന്നപ്പോൾ മാതൃഭൂമിയുടെ റിപ്പോർട്ടറെ കണ്ടു. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ഇങ്ങനെ ഒരെണ്ണം ഉണ്ടല്ലോ എന്ന്. തിരുവനന്തപുരത്ത് വാർത്ത കേട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് ആഫീസിലേക്ക് കയറാമെന്നു. അങ്ങനെ ഞാൻ മാതൃഭൂമി ഓഫീസിൽ കയറിയിരുന്നപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു, ഞാൻ ചേട്ടൻ എന്താ തോന്നണേന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ആശംസിക്കുന്നു, ഈ ആശംസയിൽ വലിയ അർത്ഥം എന്തെങ്കിലും ഒന്ന് ചെയ്താൽ കൊള്ളാമെന്ന്. തിരുവനന്തപുരത്തല്ല ചേട്ടാ, അത് ഇവിടെ നടക്കണ കാര്യമല്ല, എന്ത് ചെയ്യാനോ, നമുക്കങ്ങനെ പൈസ മേടിക്കുന്ന ഏർപ്പാടൊന്നും. കൈൻ്റെ ആയിട്ടാണെങ്കിൽ അത് തിരുവനന്തപുരത്ത് കൊടുക്കണം. ശരി എന്നാൽ വേണ്ട എന്നും പറഞ്ഞു പോകും. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുക, ചേട്ടൻ ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ വേണ്ട ഞാൻ അങ്ങോട്ട് വരാമെന്ന്. അങ്ങനെ പുള്ളി വന്നിട്ട് ചേട്ടൻ എന്താ ഉദ്ദേശിക്കണേന്ന്. ഞാൻ പറഞ്ഞു എന്താണെങ്കിലും പ്രശ്നമാണ്, ഒരു കാര്യം നടക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ആലപ്പുഴയായിട്ട് ബന്ധപ്പെട്ടു. ആലപ്പുഴ എന്ന് പറയുന്നത് അവിടുത്തെ ചീഫ് റിപ്പോർട്ടർ എന്ന് പറയും RB തമ്പാൻ, അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. RB തമ്പാൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചാൽ നീ എന്താണ് അങ്ങനെ പ്രോത്സാഹിപ്പിക്കാതെ പറഞ്ഞു വിട്ടു, അതുകൊണ്ട് നീ അങ്ങോട്ട് ചെന്ന് എന്താണ് ചെയ്യുന്നത്, അങ്ങനെ എന്താണ് ഏതാണെന്ന് നമുക്കറിയാമല്ലോ, നിങ്ങൾക്ക് എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അല്ല നമ്മൾ വെറുതെ പത്രത്തിൽ കൊടുത്തിട്ട് കാര്യമില്ല. ഉടനെ എന്നോട് ചോദിച്ചു. ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടനെ തന്നെ എനിക്ക് പോയി മേടിച്ച് സാധനം കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഉടനെ ഞാൻ എൻ്റെ എല്ലാ കാര്യത്തിലും എൻ്റെ മകനെ പോലെ തന്നെ നിൽക്കുന്ന അടുത്ത ഒരു പയ്യന് സൂപ്പർ എന്ന് വിളിക്കുന്ന സുബ്രഹ്മണ്യന് പുള്ളിയായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു, ചേട്ടനൊന്നും അറിയണ്ട, ചേട്ടന് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ വൈകുന്നേരം സാധനം ഞാൻ തുറവൂരെത്തിക്കാമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ പൈസനല്ലേ, നിനക്ക് ഇഷ്ടമുള്ളത് പെണ്ണുങ്ങൾക്ക് കൊടുക്കണം. അവൻ വൈകുന്നേരം എറണാകുളം ബോട്ടിയെട്ടിയിലുള്ള ഹാൻഡ്ലൂം കടയിൽ നിന്ന് 2080 രൂപ വില 2800 രൂപ വിലയുള്ള 8 സെറ്റ് സാരി എല്ലാം മേടിച്ച് പാക്ക് ചെയ്ത് ഭംഗിയായിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഈ മാതൃഭൂമിക്കാരനെ വിളിച്ച് അങ്ങോട്ട് കൊടുത്തു. അവൻ പറഞ്ഞു, ഒരു പണിയാണല്ലോ സാറ് എനിക്കിട്ട് തന്ന്, അതോടുകൂടി തിരിഞ്ഞു പോകുമെന്നാണ് ഞാൻ ബിനീഷ് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ പറഞ്ഞു, ഏതായാലും എനിക്കിപ്പോൾ ഊരാൻ പറ്റുമല്ലോ, ഞാൻ ഏതായാലും നോക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളി നേരെ അത് കഴിഞ്ഞ് അങ്ങനെ പിരിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ പത്രമെടുത്ത് നോക്കിയപ്പോഴത്തേക്ക്, അപ്പോൾ അവൻ അന്ന് ഇത് ഞങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഞാനിത് അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അവനൊരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഇതുമായിട്ട് വലിയ എടുത്ത് തുറവൂര് നരസിംഹസ്വാമിയുടെ എന്നും പറഞ്ഞു. ഞാൻ ഏത് പറയുകയാണെങ്കിലും നരസിംഹസ്വാമി പറയും. അത് അങ്ങനെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് 5-6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തിരുവനന്തപുരം വാർത്ത ഈ 8 പെണ്ണുങ്ങളുടെയും കൂടെയൊക്കെ പടം എടുത്തുകൊണ്ട് അവിടുത്തെ കോർപ്പറേഷനിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇത് കൊടുക്കുന്നു, എന്നിട്ട് പേരും തുറവൂർ അമ്പലവും ഭാസ്കരൻ നായർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 2 വാർത്ത കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആലപ്പുഴ മാതൃഭൂമിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ എവിടെയാണ്? ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എവിടെയാണെങ്കിലും വരാം. അത് വേണ്ട, അപ്പോൾ ഞാൻ ഒരാൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് കൊടുത്തപ്പോഴത്തേക്ക് ഈ ചീഫ് എഡിറ്റർ പറഞ്ഞു, ഞാൻ RB തമ്പാൻ ആലപ്പുഴ മാതൃഭൂമിയുടെ ചീഫ് എഡിറ്ററാണ്,
അങ്ങ് കൊടുത്ത ഇതൊക്കെ നന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ചീഫ് ഓഫീസിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ, അതുകൊണ്ട് അങ്ങേ ഒന്ന് ഞങ്ങളുടെ മാതൃഭൂമിയുടെ ഒരു ആദരവ് തരണം എന്ന് പറഞ്ഞു. അയ്യോ അത് ഞങ്ങൾ ആലപ്പുഴ വേണ്ട സാറ് തുറവൂരും വരണ്ടോ ഇങ്ങും വരണം, സാറ് ഭാര്യ എപ്പോൾ എവിടെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ തന്നെ കാണും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവർ 5-6 പേര് കൂടി ഈ തമ്പാനും എല്ലാം കൂടെ വന്ന് 2600 രൂപയുടെ ഒരു ഇതും മുണ്ടും അതുപോലെ തന്നെ വലിയൊരു ഷാളും ഭാര്യയ്ക്ക് കൊടുക്കാവുന്ന വേറൊരു ഷാളും എല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ RB തമ്പാൻ തന്നെ അന്നും പിന്നെ ഇവരെ ഒന്നും സ്വീകരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഗ്ലാസ് വെള്ളം കൊടുക്കാനോ ഒന്നും പറ്റിയില്ല. പക്ഷേ ഇവർ പോകുന്ന സമയമായപ്പോഴത്തേക്ക് എൻ്റെ ജയ വന്നു. ജയയാണ് അവർക്ക് വെള്ളമൊക്കെ കൊടുത്തത്. അപ്പോൾ ഈ കോവിഡിൻ്റെ ആൾക്കാർ അംഗീകരിച്ചതിന് ശേഷം അതിന് ശേഷമാണോ ഈ സോഷ്യൽ രംഗത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടത്? ഞാൻ എൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ വരുമാനത്തിൻ്റെ അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ഈ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരുടെ വരുമാനത്തിൻ്റെ ഒരു അല്പം കൊടുക്കും. ഇതിനുപരിയായിട്ട് തുറവൂർ ക്ഷേത്രത്തിലെ ഈ 10-30 കൊല്ലക്കാലത്തെ പ്രവർത്തനത്തിലൂടെ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ ഡോക്ടർ ഗോപാലകൃഷ്ണൻ അങ്ങനെയുള്ള ഒരുപാട് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ കേൾക്കാനും ഈ സപ്താഹം പോലെ ഒരു രണ്ട് ഭാഗവത സത്രം, ഒരു നാരായണീയ സത്രം, അതുപോലെ തന്നെ സോമയാഗം, ഇതുപോലെയുള്ള പല കാര്യങ്ങൾക്കും ഒരു ആഫീസിലും സ്റ്റേജിലും നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം പരികർമ്മവും കേൾക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഞാൻ നിർബന്ധിതനായിരുന്നു ആദ്യകാലത്ത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്കത് കേൾക്കണം എന്നുള്ള രീതിയായി ഞാൻ പരവര മറ്റേ കലവൂരിൻ്റെ അപ്പുറത്തെ പരവര അല്ലേ പരവര അമ്പലത്തിൻ്റെ അവിടെ പോയി, എറണാകുളം അമ്പലത്തിലും പല സ്ഥലങ്ങളിലും പ്രബുദ്ധരായ സപ്താഹാചാര്യന്മാരുടെ പ്രഭാഷണം കേൾക്കാൻ മാത്രമായിട്ട് ഞാൻ പോകുമായിരുന്നു. അത് ഹിന്ദുക്കളുടെ അല്ല, ക്രിസ്ത്യാനികളുടെ അച്ഛന്മാരുടെ അർത്തുങ്കപ്പള്ളിയിലും അവിടെ ഇവിടെയൊക്കെ ഞാൻ പോയി കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കൊണ്ട് ഈ മനുഷ്യനും ഈശ്വരനും ഒന്നാണെന്നുള്ള ഒരു ചെറിയ അടിസ്ഥാനം എനിക്കുണ്ടായിരുന്നു. അത് കൂടുതൽ ശക്തിമത്തായി. അപ്പോൾ ആ ഒരു ചിന്തയിലാണ് നമ്മൾ പിന്നെ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ പ്രഭാഷണങ്ങളിൽ നിന്നും പലതും, ഉദാഹരണമായിട്ട് നമ്മുടെ ബോംബെയിൽ നിന്ന് വന്ന ഒരു രാധാപ്രസാദ് എന്ന് പറയുന്ന ഒരു ലേഡി ആധ്യാത്മിക ആചാര്യയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പ്രേമ പാണ്ഡുരംഗ്, ഇവരുടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പരിചയകർമ്മങ്ങളും കേൾക്കാനുമൊക്കെ എനിക്ക് ചെയ്യാം. വളരെ പണ്ഡിതന്മാരാണ്. അപ്പോൾ അവർ ഇതൊക്കെ കഴിഞ്ഞ് പേഴ്സണലായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോഴത്തേക്ക് അവർക്ക് വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ ഈ പ്രേമ പാണ്ഡുരംഗും പറഞ്ഞിട്ടുണ്ട്, മറ്റേ ബോംബെ രാധാപ്രസാദ് എന്ന് പറയുന്നത് അവരും പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ ഇങ്ങനെ ഈ വസ്ത്രങ്ങളും ഇതുമൊക്കെ കൊടുക്കുന്നത് ഞങ്ങൾക്കല്ല തരേണ്ടത്. ചേട്ടൻ നമ്മുടെ ഹിന്ദുക്കൾക്കുള്ളൊരു കുഴപ്പം അതാണ്. കാരണം നമ്മൾ പരമാവധി ഈ ആധ്യാത്മിക ഗ്രന്ഥം അത് ചിലപ്പോൾ ഒരു 20 രൂപ അല്ലെങ്കിൽ 10 രൂപ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വിഷ്ണു സഹസ്രനാമം, അത് കാര്യമല്ല, അത് കൊടുക്കുക. അവർ ചേട്ടൻ ആദ്യം കൊടുക്കുന്നവർ ചിലപ്പോൾ വലിച്ച് ദൂരക്കളയായി, അത് ചേട്ടൻ നോക്കേണ്ട കാര്യം. ചേട്ടന് പരമാവധി കൊടുക്കാവുന്ന കൊടുക്കുക. അതുപോലെ തന്നെ വസ്ത്രമൊക്കെ കൊടുക്കേണ്ടത്, ഇതിന് ആഗ്രഹിക്കുന്നവരുണ്ട്, ഒരു വസ്ത്രം മേടിക്കാൻ കഴിവില്ലാത്തവരുണ്ട്, അവർക്കാണ് വസ്ത്രം കൊടുക്കേണ്ടത്. അല്ലാതെ വലിയവർക്ക് പിന്നെയും വസ്ത്രം കൊടുത്തിട്ട് കാര്യമില്ല, അവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെയാണ് ഈ അന്നദാനം എന്ന് പറയുന്നത്. ചിലപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന അന്നം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പവിത്രമായൊരു പ്രസാദമായിട്ടാണ്. അപ്പോൾ അന്നദാനം മഹാദാനം, ദാനങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ള ദാനം അന്നദാനമാണ്. അതായത് നമ്മൾ വീട്ടിലോ സ്റ്റാർ ഹോട്ടലിലോ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു സുഖവും, പിന്നെ ക്ഷേത്ര തിരുമുറ്റത്ത് വെറും നിലത്തിരുന്നുകൊണ്ട് അമ്പലത്തിൽ നിന്ന് ക്യൂ നിന്ന് മേടിക്കുന്ന ആ ഭക്ഷണവും എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം, അത് ക്ഷേത്രവിശ്വാസികൾക്ക് കൂടുതൽ താല്പര്യം ഇതായിരിക്കും. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അതുകൊണ്ട് ക്ഷേത്രത്തിൽ വരുന്നവർക്ക് അന്നദാനം കൊടുക്കുക, അല്ലെങ്കിൽ വിശക്കുന്നവന് അന്നം കൊടുക്കുക. അങ്ങനെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യമാണ്, അത് കൊടുക്കണം. പിന്നെ പറ്റുന്നതാണെങ്കിൽ വരുമാനമൊക്കെ അനുസരിച്ച്, അതുകൊണ്ട് ചേട്ടന് ഒരിക്കലും കുറവ് വരികയല്ല. ചേട്ടൻ എന്താണെന്നുള്ളത് ചേട്ടനെ അറിയാൻ പറ്റും. അപ്പോൾ ചേട്ടന് പറ്റുന്നത് എന്താണോ അത് എന്ന് ഒരു ചെറിയ ശതമാനം, ഒരു
അർഹതപ്പെട്ടവന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. അതിനെല്ലാം ഉപരിയായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ചെയ്യാവുന്ന 4 കാര്യങ്ങളാണ് ഇത്: ആധ്യാത്മിക പ്രചരണം, അന്നദാനം, വസ്ത്രദാനം, ധനദാനം. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. അതാകുമ്പം മാത്രമേ നമ്മുടെ ജീവിതം ധന്യമാവുള്ളൂ. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെരുവോരത്ത് ഉറങ്ങുന്ന ആളിന്, ഒരു കുടുംബത്തിന്, അത് ചേട്ടാ ഞങ്ങൾ തീർത്ത് പറയുകയാണ്, അത് ശുപാർശയോ മറ്റൊന്നും പറയാൻ പാടില്ല, അത് യഥാർത്ഥത്തിലുള്ള അർഹതപ്പെട്ട ആ ആളിന് ഒരു കിടക്കാനൊരിടം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത് വലിയ മണിമാളിക വേണമെന്നോ അതൊന്നുമില്ല, എന്താണെങ്കിലും മതി. അത് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് പലതിൽ നിന്നും കിട്ടുന്ന സുഖം താൽക്കാലികമായി, ഇത് സ്ഥിരമായിരിക്കും. ചേട്ടന് അപ്പോഴത്തേക്ക് നമ്മുടെ ഒരാളുടെ ജീവിതം ഏതാണ്ട് പോകും, അപ്പോഴത്തേക്ക് അത് നല്ലതാണ്. അപ്പോൾ ഇത്തരം ആൾക്കാരുടെ ഒരാളല്ല, ഒരുപാട് ആൾക്കാർ പറഞ്ഞു അങ്ങനെ ചെയ്തതിൽ അന്ന് പോലെ തന്നെ എൻ്റെ ഉള്ളിൽ ഞാൻ ആഡംബരം, എൻ്റെ കയ്യിലുള്ള മോതിരം, ഇതെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. എനിക്ക് അവർ പറയുന്നത് എനിക്കുണ്ട്, കാരണം ഈ ആർഭാടമൊന്നും പ്രശ്നമല്ല കാണുമ്പോഴത്തേക്ക്. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, പറ്റുന്ന സമയത്ത് നമ്മൾ ക്യാൻസർ സെൻ്ററിലോ അതല്ലെങ്കിൽ നമ്മൾ ടൂർ പോകുമല്ലോ, പലയിടത്തുമൊക്കെ പോകുന്നില്ല, അപ്പോൾ അതുപോലെ പറ്റുമ്പോഴും ഒരു ക്യാൻസർ ഉണ്ടോ, വൃദ്ധസദനോ, അനാഥർ താമസിക്കുന്നോ, അവിടേക്ക് ഒന്ന് പോയി നോക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ എന്താണെന്ന് അറിയുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഞാൻ അങ്ങനെ ചിലയിടത്തൊക്കെ പോകാറുണ്ട്. അതിൽ നിന്നൊരു അപ്പോൾ ഞാനതനുസരിച്ച് ഇവരുടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടതുകൊണ്ട് കാര്യമില്ലല്ലോ, നടത്തുക. അപ്പോൾ ഞാൻ എൻ്റെ ഈ പെൻഷൻ്റെ, കാരണം സാധാരണ ഒരു പെൻഷൻകാരന് ജീവിക്കാവുന്ന തുക സർക്കാർ തരുന്നുണ്ട്. നമ്മൾ അവകാശങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും ഇൻക്ലാബ് വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നത് കൊണ്ട് വേണമെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. പക്ഷേ നമ്മുടെ മക്കളെ പോറ്റാനോ അതൊന്നും, എൻ്റെ ഈശ്വരാധീനം കൊണ്ട് എൻ്റെ മക്കൾക്ക് ഒരു മിതമായ ജീവിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ അവർക്ക് കൊടുക്കേണ്ട പിന്നെ മറ്റൊരു കാര്യം, എൻ്റെ ഭാര്യ എൻ്റെ പെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ശിഷ്ട ജീവിതത്തിൽ ശിഷ്ടം പിടിക്കുന്ന തുക ആരെങ്കിലും അർഹതപ്പെട്ടവരെ കൈ കൊടുക്കാമെന്നുള്ള ഉള്ളിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹമാണ് കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ രാജേഷ് എന്ന് പറയുന്നത് അത് യാദൃച്ഛികമാണ്. അങ്ങനെ വന്ന് അയാൾക്ക് കൊടുത്തു, 3 പേർക്ക് കൊടുത്തു. അങ്ങനെ ഓരോ കൊല്ലം കൊടുത്തു കഴിഞ്ഞ് 2ാമത്തെ കൊല്ലം വന്നപ്പോഴത്തേക്കാണ് ഞാൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ്റെ കുത്തിയോട് യൂണിറ്റ് പ്രസിഡൻ്റായിട്ട് യാദൃച്ഛികമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന് ഒരു കാരണം ഈ ക്ഷേത്ര പ്രവർത്തനം യാദൃച്ഛികമായിട്ട് അതിൻ്റെ ഭരണ സംവിധാനം മാറി. അപ്പോൾ 10-30 കൊല്ലമായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഭക്തജന സമിതി, ഞാൻ അതിൻ്റെ ഖജാൻജിയായിരുന്നു. അത് മാറിക്കൊണ്ട് TG പത്മനാഭൻ നായർ പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹവും മാറിക്കൊണ്ട് 2 കൊല്ലം ഞറക്കിട്ട് എടുക്കുന്ന ഒരു 13 അംഗങ്ങൾ. അപ്പോൾ അതെനിക്ക് സ്വാഭാവികമായിട്ട് പ്രവർത്തിക്കാനൊരു ഇടമില്ലാതെ ഒരവസരത്തിലാണ് ഈ പെൻഷൻ്റെ ഇത് പറഞ്ഞ് അങ്ങനെ അത്. അപ്പോൾ എനിക്ക് തോന്നി ഇതും ഭഗവാൻ തന്നെ തന്നതാണ്, അങ്ങനെ അതിലൂടെ ആയിക്കൂടെ എന്നും പറഞ്ഞ് ഞാൻ ആദ്യം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലാണ് ഈ വളമംഗലം തെക്ക് 3 പേർക്ക് പെൻഷൻ സംഘടനയുടെ പ്രസിഡൻ്റ് ആകുന്നതിന് മുമ്പ് ഇത് തുടക്കം കുറിച്ചത്. അവിടെ നിന്ന് അവർക്ക് കൊടുക്കുന്നത് ഇപ്പോൾ 5ാമത്തെ കൊല്ലമാണ്. ഇപ്പോഴും അത് അവൾ കൂടി 6 പേരായി. ഇപ്പോൾ വീണ്ടും അത് 3 പേര് ആദ്യം 1000, അതന്നും ഇന്നുമൊക്കെ 1000 രൂപ തന്നെ. പിന്നെ അത് 6 പേരായി. ഇപ്പം നമ്മുടെ കേരള സർക്കാർ കൊടുക്കുന്ന 1600 രൂപയല്ലേ ഉള്ളൂ. 1600. പിന്നെ ഇത് കൃത്യം, ഇത് അന്വേഷണമൊന്നുമില്ല, ഇത് നേരിട്ട് ഭാസ്കരൻ നായർ കാണും കൊടുക്കും. അപ്പോൾ അങ്ങനെ അവിടെ 3 കൊടുത്തു. പെൻഷൻ സംഘടന വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഞാനിങ്ങനെ പെൻഷൻ സംഘടന ഇരിക്കുക എന്തുകൊണ്ട് അവിടെ കുത്തിയോട് പഞ്ചായത്തിലായിക്കൂടാ. അപ്പോൾ അങ്ങനെ തന്നെ അന്ന് ഈ കോവിഡ് കാലത്ത് എന്നെ ഈ കാര്യത്തിലേക്ക് പ്രചോദനം തന്നത് ഇവിടെ യുവാക്കളായ ഒരു പ്രഹ്ലാദ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരായ കുറേ പിള്ളേരുണ്ട്. ഈ പിള്ളേരിൽ പലരും തുറവൂർ ക്ഷേത്രത്തിലെ സപ്താഹ സമയത്ത് എൻ്റെ കൂടെ നടന്ന് വിളക്ക് വയ്ക്കാനും അതിനുമൊക്കെ നിക്കറൊക്കെ ഇട്ട് നടന്ന പിള്ളേർ, അവരൊക്കെ ഇന്ന് യുവാക്കളായ IT ജോലിക്കാരൊക്കെ. അപ്പോൾ അവർ വീട്ടിലിരുന്നപ്പോൾ ഈ കോവിഡ് കാലത്ത് മരുന്നും ഭക്ഷണമൊക്കെ പള്ളിത്തോട് ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപിലും ഒക്കെ ഇവർ കൊണ്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവർ ചില അത്യാവശ്യം പൈസയൊക്കെ ഞാൻ കൊടുക്കാറ്. അപ്പോൾ ആ രീതിയിൽ ആ പിള്ളേർ എന്നോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ കോവിഡാണ്, ഞങ്ങൾ ഇതിൽ നിന്ന് പിരിയാണ്. അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ കുത്തോട് പഞ്ചായത്തിൽ 2-3 ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്, ഭിന്നശേഷിക്കാരാണ്, അവർക്ക് നടക്കാനൊന്നുമല്ല, ഭാര്യയും ഒരു മകളുമുണ്ട് എന്ന് പറഞ്ഞു, ഒരമ്മയും മകനും ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് അവരെന്നെ കൊണ്ട് കാണിക്കുകയും, എൻ്റെ കഴിവാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഭഗവാന്റെ ഒരു അനുഗ്രഹത്താൽ അവരുടെ സഹായത്തോടുകൂടി കുത്തോട് പഞ്ചായത്ത് 3 പേർക്ക്, അതായത് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണ ഭിന്നശേഷിക്കാരനായ കുത്തോട് പഞ്ചായത്ത് 6ാം വാർഡിലെ നാളികാട്ട് ചിറയിൽ ശശിധരൻ എന്ന് പറയുന്ന ഒരു മുച്ചക്ര വണ്ടിയിൽ
ടിക്കറ്റ്. അത് മിക്കവാറും കുത്തിയോടും ചമ്മനാട് സ്കൂളിൻ്റെയും റോഡ് സൈഡിൽ ഇങ്ങനെ ഒരാൾ അവിടെ സ്ഥിരമായിട്ട് ഉച്ചവരെ ടിക്കറ്റ് വെക്കുന്ന പലരും കണ്ടു കാണും. പിന്നെ ഒരാളെന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു 10-26 വയസ്സുള്ളൊരു പയ്യനാണ്. അവനൊരു അമ്മ മാത്രമേ ഉള്ളൂ. അവനും എണീറ്റ് നിൽക്കാനൊന്നും പറ്റത്തില്ല. സനീഷ് അവനും ഇതുപോലെ തന്നെ 1000 രൂപ അവർ കാണിച്ചതെന്നാണ് കൊടുത്തത്. പിന്നെ അതുകൂടാതെ ഒരു കലാകാരനാണ്, അങ്ങനെ അവശനം ഇതല്ല, ഭിന്നശേഷിക്കാരനൊന്നുമല്ല, അങ്ങേര് ഏതാണ്ട് എൻ്റെ സഹപാഠി തന്നെയാണ്. അങ്ങേര് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വാടക വീട്ടിലാണ്. അങ്ങേർക്ക് ഇവർ പൈസ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുറവൂർ പ്രഭാകരൻ എന്ന് പറയും, പുള്ളിക്കും 1000 രൂപ വീതം പോലെ അന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് പെൻഷൻ സംഘടനയിൽ ഞാൻ ഓരോ കൊല്ലം, ആദ്യത്തെ കൊല്ലം അനങ്ങാതിരുന്നു. രണ്ടാമത്തെ കൊല്ലം വളമംഗലം കരയോഗക്കാർ, ഇത് വളമംഗലം തെക്ക് കരയോഗക്കാർ ഇച്ചിരി തുറവൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ കൊണ്ട് ഇതിൻ്റെ 2ാം വർഷ ഉദ്ഘാടനം നടത്തി. അന്ന് ഇവർ പ്രസിദ്ധീകരിച്ചപ്പോൾ പത്രക്കാർ നല്ല സപ്പോർട്ട് തന്നു. അത് കഴിഞ്ഞ് 3ാമത്തെ കൊല്ലം എന്ന് പറയുന്നത് കുത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് കുത്തോട് എൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് നടത്തിയത്. ഇവരെല്ലാവരെയും വീട്ടിൽ വിളിച്ച് അവർക്ക് വസ്ത്രവും 3ാമത്തെ കൊല്ലം ഉദ്ഘാടനം നടത്തി. അല്ല, ആക്ച്വലി ശരിക്കും അപ്പോൾ ഈ വീട്ടിൽ വെച്ച് എന്താ ചെയ്ത് കുത്തിയോട് പഞ്ചായത്തിൽ അവർക്ക് എന്താണ് കൊടുത്തതെന്ന് കൃത്യമായിട്ട്? 2022 ഇതിൻ്റെ 3ാം വർഷ ഉദ്ഘാടനം എന്ന് പറഞ്ഞാണ് കൊടുത്തത്. അത് കുത്തിയോട് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് കൊടുത്തത്. അവർക്ക് വസ്ത്രങ്ങൾ കൊടുത്തു, പിന്നെ തുറവൂർ ക്ഷേത്രത്തിലെ ഒരു പടം കൊടുത്തു, പിന്നെ കുറേ മധുര പലഹാരങ്ങൾ കൊടുത്തു. എൻ്റെ ബന്ധുക്കളെയും ഭിന്നശേഷിക്കാരുടെ ബന്ധുക്കളെയും എല്ലാം കൂടെ വിളിച്ച് ഏതാണ്ട് ഒരു 120ഓളം പേര് വീട്ടിൽ വെച്ച് പന്തലൊക്കെ ഇട്ട് വളരെ നല്ല നിലയിലാണ് ആ 3ാം വർഷം നടത്തിയത്. അല്ല, അവർക്കപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എല്ലാ മാസവും പെൻഷൻ കൊടുക്കുന്ന പദ്ധതിയാക്കി അല്ലേ? അത് വീട്ടിൽ കൊണ്ട് കൊടുക്കും. ഇതിനൊരു പ്രത്യേകത, ബാങ്ക് വഴിയല്ല. ഒന്ന് സംഘടന വഴി കൊടുക്കുന്നു, NSS വഴി കൊടുക്കുന്നു, പിന്നെ ഇത് കൊടുക്കുന്നു. പിന്നെ അതുകൂടാതെ ഞാൻ ഇത് സന്ദർശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോപ്പ് കമ്മ്യൂണിറ്റി, ഒരു സായിപ്പ് തുടങ്ങിയ ഒരു ഹോപ്പ് കമ്മ്യൂണിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞ് കഞ്ഞിക്കുഴിയുണ്ട്. അവിടെ യാദൃച്ഛികമായിട്ട് എൻ്റെ സഹോദരിയുടെ ആണ്ടിനനുസരിച്ച് അവിടുത്തെ കുട്ടികൾക്ക് പത്രം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് യാദൃച്ഛികമായിട്ട് ചെന്നതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഈ 18 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളെ ആട്ടുകൾക്കിങ്ങനെ സായിപ്പ് തുടങ്ങിയതാണ്. ഒരു കായലോരുമ്പോൾ വളരെ പ്രകൃതി രമണീയമാണ്. അപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞു, സാറേ ഒരു കുട്ടിക്ക് 6000 രൂപയാണ് ഒരു ദിവസം സ്പോൺസർ ചെയ്യാൻ. എല്ലാം അച്ഛനാരാണ് അമ്മയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. ഒരു വർഷം ഒരു മാസം അവരെല്ലാ ചിലവുണ്ടല്ലോ. അപ്പോൾ ഇവർ കൊണ്ടാക്കണമെന്നുണ്ട്, ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്, ഇവരെടുക്കുന്നുണ്ട്. അത് 150ഓളം കുട്ടികളുണ്ട്. അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ സ്പോൺസർ ചെയ്യുക, സാറ് ഒന്ന് പറ്റുമെങ്കിൽ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു അത്രയൊന്നും പറ്റത്തില്ല, ഒരു 1000 രൂപ വെച്ച് ഞാൻ തരാം എന്നും പറഞ്ഞ് അന്ന് മുതൽ തന്നെ 1000 രൂപ അവിടെ കൊടുക്കുന്നു. അതുകൂടാതെ ഞാൻ ഒരു ദിവസം തുറവൂർ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു രജിസ്റ്റേർഡ് കത്ത് ഒരു പോസ്റ്റ്മാൻ കൊണ്ടെത്തുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ ചുവന്ന അക്ഷരത്തിൽ ട്രൈ ടു തുറവൂർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ അഡ്രസ്സ് പേരെൻ്റെയാണ്, വീട്ടുപേരും എൻ്റെയാണ്. പക്ഷേ അഡ്രസ്സൊന്നും തുറവൂരില്ല, കുത്തിയതോട് എന്നൊക്കെയാണ് ഇട്ട്. അതെവിടെയൊക്കെ കറങ്ങി തിരിച്ച് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഇത് കിട്ടിയത്. ഇത് ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് മാവേലിക്കരയിൽ നിന്നുള്ള ഒരു ഭിന്നശേഷിയല്ല, അയാളുടെ പ്രമേഹം വന്ന് കാലൊക്കെ മുറിച്ചിട്ടുള്ള ഒരു ബഷീർ മുഹമ്മദ് പറയുന്നത്. അതിൽ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഉടനെ ഞാൻ വിചാരിച്ചു, ഇത് പോകാൻ നിയോഗിക്കുന്നതായിരിക്കും, എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് ആ കക്ഷിക്ക് നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞ് പുള്ളി പല ബന്ധത്തിലും ബന്ധപ്പെട്ടെങ്കിലും ഞാൻ അയാൾക്ക് പിടികൊടുത്തിട്ടില്ല, നമ്പറും കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് മാതൃഭൂമി പത്രം ആ കൊല്ലം ഓണക്കോടി എന്നും പറഞ്ഞ് അവർ കുറേ ആൾക്കാർക്ക് ഡ്രസ്സ് കൊടുത്തു. അപ്പോൾ എന്നോട് മാതൃഭൂമി റിപ്പോർട്ടർ ചോദിച്ചു, ചേട്ടൻ എല്ലാ കൊല്ലവും ഡ്രസ്സ് കൊടുക്കുന്നുണ്ടല്ലോ, ഈ മാതൃഭൂമി കൊടുക്കും. അപ്പോൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തു, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, ഞാൻ ഈ പറയുന്ന 15 പേർക്ക് കൊടുക്കണം. അപ്പോൾ അവരൊന്ന് കൊടുക്കാം. അപ്പോൾ മാവേലിക്കര അത് ഞങ്ങൾ കൊടുത്തോളാം. അങ്ങനെ ഞാൻ അവർ പറഞ്ഞ 2200 രൂപ വെച്ച് ഇത്രയുള്ള പൈസ അടച്ചു. അവരടച്ചു. കൃത്യമായ രീതിയിൽ മാവേലിക്കര റിപ്പോർട്ടർ ഈ സാധനം കൊണ്ടുവന്ന് അയാളെ കൊടുത്തു. അപ്പോൾ അയാൾ ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല, നിങ്ങളൊരു കാര്യം ചേർത്തലയിലെ റിപ്പോർട്ടർ നമ്പർ നമ്മൾ അയാളെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അയാൾ ഉടനെ എന്നെ വിളിച്ചു ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ ചോദിക്കണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പേരൊന്നും പറയേണ്ട, ഒരു കാര്യം ചെയ്യും. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് അത് തുറവൂർ അമ്പലത്തിൽ നിന്നാന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് അയാൾ വളരെ ഭംഗിയായ രീതി അവിടുത്തെ ആളിൻ്റെ ഫോട്ടോയും എല്ലാം കൂടെ തുറവൂർ നരസിംഹ ക്ഷേത്രത്തിൽ നിന്നും എന്നും പറഞ്ഞ് ഇന്ന് 10 ഇന്നത്തെ ദിവസവും എൻ്റെ അടുത്ത് എൻ്റെ മകനെപ്പോലെ തന്നെ കാണുന്ന എൻ്റെ അടുത്ത് താമസിക്കുന്ന
വാടകയ്ക്ക് താമസിക്കുന്ന സുമേഷ് എന്ന് പറയുന്ന അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അന്ന് മുതൽ ഇന്ന് വരെ ഈ 10-ാം തീയതി വരെ ആ ബഷീർ എന്ന് പറയുന്ന ആൾക്ക് 1000 രൂപ വീതം അവിടെ എത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം മാതൃഭൂമി കൊടുത്തില്ലെങ്കിലും എൻ്റെ ഈ ചേച്ചിയുടെ മരുമകളുടെ മുഖാന്തരം അഡ്രസ്സ് അവിടെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ കൊല്ലം കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ 15 പേർക്കാണല്ലോ ഇത് എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ അതെങ്ങനെയാണ് ഈ 15 പേരിലോട്ട് എത്തിക്കാൻ സാധിച്ചത്? അത് ആദ്യം 3 കൊടുത്തു, പിന്നെ അത് 6 അങ്ങനെ ഞാനിങ്ങനെ പോകുമ്പോഴത്തേക്ക് മുച്ചക്ര വാഹനത്തെ വരുന്നവർ യാദൃച്ഛ്യമായിട്ട് ടിക്കറ്റ് എടുക്കാൻ ചോദിക്കുക, അങ്ങനെ ചോദിക്കുക. അപ്പോൾ അതിൽ നിന്നൊരു അങ്ങനെ വന്നതിലിപ്പോൾ ഈ 15 പേരുള്ളത് 5 പേര് പൂർണ്ണമായ ഭിന്നശേഷിക്കാരും മുച്ചക്ര വാഹനത്തെ ലോട്ടറി വിൽക്കുന്നവരാണ് കൂടുതലും. പിന്നെ കുട്ടികളായിട്ടുള്ള വളർച്ചയില്ലാത്ത അതുപോലെയുള്ള 5 പേരാണ്. അപ്പം ഞാൻ ഈ 2022 മുതൽ എൻ്റെ ഏതെങ്കിലും ഫംഗ്ഷൻ ആദ്യമായിട്ട് അന്നാണ് കൊടുത്തത്. ഈ വീട്ടിൽ വെച്ച് 2022 നടത്തിയപ്പോഴത്തേക്ക് അന്ന് അവർക്കെല്ലാവർക്കും ഒരു ആശംസാ കാർഡും വന്നതിനൊരു നന്ദി അറിയിച്ചുകൊണ്ടുള്ള കാർഡും അതിനകത്തൊരു ലോട്ടറി ടിക്കറ്റും. ആ ലോട്ടറി ടിക്കറ്റിൽ 4 കാര്യങ്ങൾ പ്രത്യേകം എടുത്തു. ഒന്ന് സർക്കാർ പദ്ധതിയിൽ ഇത്, പിന്നെ ഭിന്നശേഷിക്കാർ ലോട്ടറി വിൽപ്പനക്കാരനൊരു സഹായം, ഭാഗ്യവഴിയിലൂടെ ഒരു ചെറിയ യാത്ര, പിന്നെ ഇങ്ങനെ 40 രൂപ കൊടുക്കുമ്പോൾ ഭാഗ്യവഴിയിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ യാദൃച്ഛ്യമായിട്ട് ഈ ടിക്കറ്റ് ഇങ്ങനെ മറിയുമ്പോൾ നമ്മുടെ ഇതിൽ വരാൻ പാടില്ലായാണ്. അപ്പോൾ 40 രൂപ കൊടുക്കുമ്പോൾ അങ്ങനെ 4 കാര്യം വെച്ചു. ഈ കഴിഞ്ഞ 2024 വിഷുവിന് കൊടുത്തതിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം പത്രം നോക്കിയപ്പോഴത്തേക്ക് പിന്നെ അതിൽ 12 പേർക്ക് 5000 രൂപയും 12 പേർക്ക് 100 രൂപ വീതവും കിട്ടി. അതിൽ 2 എണ്ണം വിൽക്കാത്ത ടിക്കറ്റിലാണ് കിട്ടിയത്. അപ്പോൾ ആ 10 രൂപ എനിക്കാണ് കിട്ടിയത്. ഇതല്ലേ മോളും മോളാണ് തോന്നുന്നു അല്ലേ? മോളും മോളുടെ അവരും എന്തായാലും അവരെ കൂടി ഒന്ന് പരിചയപ്പെടാവുന്ന. അത് ഇവളെൻ്റെ 2ാമത്തെ മകളാണ് വിജയലക്ഷ്മി. അവളെ ഫാർമസി കോളേജ് ഫാർമസി കോളേജിൽ കോട്ടയത്ത് അധ്യാപികയാണ്. ഇവള് കോട്ടയത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഒരു മകളേ ഉള്ളൂ. ഭർത്താവ് രഞ്ജിത്ത് ഫിസിയോതെറാപ്പിസ്റ്റ്. കോട്ടയം SME-ലാണ്. ശരി, ഓക്കെ. ഊണുമായിട്ട് കിട്ടുന്നുണ്ട്. 2021 മുതൽ തന്നെ നമ്മൾ എല്ലാ വിശേഷങ്ങൾക്കും ഈ ലോട്ടറി ടിക്കറ്റും അതിനകത്ത് എനിക്ക് വേദനിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം വളരെ പുച്ഛത്തോടു കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു നയം എന്ന് പറഞ്ഞാൽ ഈ ലോട്ടറി എടുക്കുന്നത് സമ്പന്നരായിട്ടുള്ളവർക്ക് ഒരു മോശം ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഞാൻ ലോട്ടറി എടുത്താൽ അങ്ങനെയല്ല. അപ്പോൾ അതൊന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഈ ഭിന്നശേഷിക്കാരുൾപ്പെടെയുള്ളവർക്കൊരു കാര്യം അത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് കൂടുതൽ പ്രചരണം വേണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇത് അങ്ങനെ ചെയ്തത്. ഞാൻ ഈ ഭിന്നശേഷിക്കാർക്ക് കൊടുക്കും. അപ്പോൾ എനിക്ക് എൻ്റെ 47ാം വിവാഹ വാർഷികത്തിന് ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, അന്ന് കോവിഡിൻ്റെ കാലഘട്ടമാണ്, 47,000 രൂപ ചേർത്തല തഹസിൽദാർക്ക് ആരുടെയും ഇതൊന്നുമില്ലാതെ എൻ്റെ സംഘടനയുടെ എന്നുള്ള നിലയിൽ ഞാൻ കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ 50ാം വിവാഹ വാർഷികം വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഭിന്നശേഷിക്കാരുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലൊരു ആശയം തോന്നി. ഒരു 50 പേർക്ക് ഒരു 1000 രൂപ വെച്ച് മണിയാർഡ് അയച്ചാലോ എന്ന് എനിക്ക് തോന്നുകയും ഞാൻ ഈ 50 അഡ്രസ്സിന് വേണ്ടി ആലപ്പുഴ സോഷ്യൽ ജില്ലാ ഓഫീസർക്ക്, സാമൂഹ്യക്ഷേമ ഓഫീസർക്ക് ഒരു രേഖാമൂലം കത്ത് കൊടുത്തു. അങ്ങേരെ യാതൊരു മറുപടിയും അതൊന്നും തന്നില്ല. അങ്ങനെ 1-2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ 50,000 രൂപ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് നല്ലൊരു കാര്യത്തിന് അത് എൻ്റെ സ്വന്തം ആവശ്യത്തിന് എടുക്കാം. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് നമ്മുടെ സംഘടന പല നിർദ്ദേശങ്ങളും വന്ന് അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, ഒരാൾക്ക് കൊടുക്കും. അപ്പം ഞാൻ അങ്ങോട്ട് വിചാരിച്ചു, ഏതായാലും എനിക്ക് പെൻഷൻ തന്നെ സർക്കാരാണ്, സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിനകത്ത് അതിൻ്റേതായ സംവിധാനത്തിലാണ്, അതിനകത്തൊരു കളങ്കവും ഇല്ല. എൻ്റെ കാഴ്ചപ്പാടിൽ സുതാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 50 പേർക്ക് കൊടുക്കുക, അതായത് 50 ഭിന്നശേഷിക്കാരുടെ കയ്യിൽ എത്തേണ്ട തുക എൻ്റെ 50ാം വിവാഹ വാർഷികത്തിന് ഞാൻ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് വഴി കൊടുത്തു. അപ്പോൾ അത് കേരള കൗമുദി, പിന്നെ ദേശാഭിമാനി ഉൾപ്പെടെ 6 പത്രങ്ങൾ അത് നല്ല രീതിയിൽ കവറേജ് ചെയ്ത് പ്രസിദ്ധീകരിക്കുകയും ആ സമയത്ത് ഈ ആധ്യാത്മിക പ്രഭാഷകർ പറഞ്ഞതുപോലെ എൻ്റെ മനസ്സിൽ കിടന്നിരുന്ന ഒരു മോഹമാണ് ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റുന്നത്. ഒരു
സ്ഥലമെങ്കിലും കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് യാദൃശ്ചികമായിട്ട് ഒരാൾ കടക്കണി വന്ന് ബുദ്ധിമുട്ട് വന്ന് സംഘത്തിൽ ഒന്നിച്ച് പൈസ കൊടുക്കാനൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ബാങ്കിൽ ലോൺ അവർ ജപ്തി ചെയ്യുമെന്നുള്ള സാഹചര്യം വന്നപ്പോഴത്തേക്ക് ഞാൻ ആ ലോൺ എൻ്റെ പേരിലാക്കുകയും അങ്ങനെ കുറേശ്ശെ അടച്ചാൽ ലോൺ തീർത്ത് കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ പേരിലേക്ക് ഇത് തന്നു. അപ്പോൾ ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു ഇത് തീർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ ഒരു കുട്ടി എന്ന നിലയിൽ അച്ഛൻ്റെ നിന്നോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നോ എനിക്ക് വേണ്ട ഒരു ഇപ്പോഴുള്ള കുട്ടികൾക്ക് കിട്ടുന്ന പോലെ ഒരു സന്തോഷമോ സാഹചര്യമോ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ദുഃഖമോ ഒരു വെറുപ്പും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വളർന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനോടുള്ള ഒരു വെറുപ്പ് എനിക്കൊരു ആദരവായി മാറി. കാരണം അന്ന് അച്ഛൻ്റെ സാഹചര്യം വെച്ച്, കാരണം എന്താ, എൻ്റെ മൂത്തൊരു പെണ്ണാണ്, എൻ്റെ താഴെ ഒരു അനിയനാണ്, വളരെ തുച്ഛമായ കൃഷിയിൽ നിന്ന് കിട്ടുന്ന വരുവാണ്. അപ്പോൾ അച്ഛന് ഒഴിവാക്കാവുന്ന എൻ്റെ ഇടയിലുള്ള എൻ്റെ, അതുകൊണ്ടാണ് എന്നെ തുറവൂര് ചായക്കടയിലേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനെയാണ് ഞാനങ്ങ്. പക്ഷേ അന്ന് അത് കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ വരുമാനം വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ, അതുകൊണ്ട് എനിക്ക് എന്നും അച്ഛനെയും അമ്മയും ഏറ്റവും വലിയ ആദരവ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ആധ്യാത്മിക ആചാര്യൻ പറയണ പോലെ തന്നെ ഈ ഒരു ഭൂമി അച്ഛൻ്റെ അമ്മയുടെയും പേരിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ ഞാൻ ഒരാളോട് പറഞ്ഞുള്ളൂ, പക്ഷെ ഒരുപാട് ആൾക്കാർ ശുപാർശയായിട്ട് വരണം അത് കൊടുക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് തട്ടിപ്പായി. കാരണം അത് മേടിച്ചവൻ തിരിച്ച് വിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ 31 കൊല്ലം പിന്നെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത ആളാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ ഒരു ജനാധിപത്യ ബോഡിയാണ് സർക്കിൾ യൂണിയൻ എന്ന് പറയുന്നത്. ആ സർക്കിൾ യൂണിയനും ഉദ്യോഗസ്ഥന്മാരും സഹകരണ പ്രസ്ഥാനത്തിലെ സഹകരണ ബാങ്കിലെ ഭരണാധികാരിയും എല്ലാവരും കൂടെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഉദ്ദേശിച്ചു എൻ്റെ ഈ ഭൂമി, അന്ന് ആ ഇടയ്ക്ക് ഗവൺമെൻറ്റിൽ നിന്നൊരു പ്രഖ്യാപനമുണ്ട്, അതാണ് എനിക്കൊരു പ്രചോദനപരമാണ്. തലചായ്ക്കാൻ ഇടമില്ലാത്തവർക്ക് ഒരു തുണ്ടി ഭൂമി കൊടുക്കാൻ ആൾക്കാർ തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രിയുടെ ഒരു വാർത്ത കണ്ടു. അതാണ് എനിക്കിതിനൊരു തോന്നൽ വന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ സാധനം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വഴി കൊടുത്താൽ എന്താണ് എന്ന് വിചാരിച്ച് എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റിന് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പോൾ ആ നിലയിൽ ഞാൻ 2 സജഷൻ വച്ചു. ഒന്ന്, ചേർത്തല സഹകരണ യൂണിയൻ്റെ നേതൃത്വത്തിൽ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിൽ ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം, അതിന് ഭൂമി ഞാൻ സൗജന്യമായി തരും എന്ന് പറഞ്ഞുകൊണ്ട് 100ാമത് സഹകരണ ലോക സഹകരണ വർഷം 100ാമത് ലോക സഹകരണ വർഷമായ 2/7/2022 ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി വാസവന് രജിസ്റ്റേർഡായിട്ട് ഒരു കത്ത് കൊടുത്തു. വെറുതെ കത്തല്ല, എൻ്റെ അപേക്ഷയും കുത്തിയോട് യൂണിറ്റ് KSSPU സെക്രട്ടറിയുടെ ലെറ്റർ പേരിൻ്റെ പേരിൽ കവറിംഗ് ലെറ്ററോട് കൂടിയാണ് രജിസ്റ്റേർഡായിട്ട് അയച്ചു. എന്നിട്ട് യാതൊരു വിവരവും, ഇത് അക്നോളജ്മെൻറ്റ് കൈ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ റിമൈൻഡ് ചെയ്തു, അതിനും യാതൊരു വിവരവുമില്ല. അത് കഴിഞ്ഞ് അപ്പോഴാണ് ഞാൻ കളക്ടർക്ക് അപേക്ഷ കൊടുത്തു. ഉടനെ കളക്ടറും ഒരു മറുപടിയും തന്നില്ല. അത് കഴിഞ്ഞപ്പോഴാണ് വിവാഹ വാർഷികം വന്നത്. അപ്പോൾ ഇത് വന്നപ്പോൾ ഞാൻ പത്രക്കാർ ചോദിച്ചപ്പോൾ വിവരം പറഞ്ഞു. അവർ ഈ കാര്യം വളരെ ഇതായിട്ട് തന്നെ പറഞ്ഞു, ഇങ്ങനെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് ഗവൺമെൻറ് വെച്ച് അവിടെ ഒരു വീട് വെച്ച് കൊടുക്കണം. ഞാൻ ഗവൺമെൻറ്റിൻ്റെ പൈസ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നത്, ഇപ്പോഴും ആ അപേക്ഷ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പറഞ്ഞത് സഹകരണ പ്രസ്ഥാന ചേർത്തല താലൂക്കിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ അസിസ്റ്റൻ്റ് രജിസ്ട്രാറുടെ നിയന്ത്രണത്തിൽ വീട് വെച്ച് കൊടുക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ തുക എങ്ങനെ സംഭരിക്കണം? ചേർത്തല താലൂക്കിലുള്ള സഹകരണ ബാങ്കിൽ നിന്ന് അവരുടെ കോമൺ ഗുഡ് ഫണ്ടിൽ നിന്നും 9 ലക്ഷം രൂപ പിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമില്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവ് മാത്രം മതി, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ യുക്തമായ തീരുമാനം എടുക്കാം എന്ന് 2 നിർദ്ദേശത്തോടു കൂടിയാണ് ഒരു 2 പാരഗ്രാഫുള്ള ഒരു അപേക്ഷ. അതിന് യാതൊരു മറുപടിയും തന്നിട്ടില്ല. കളക്ടർക്ക് കൊടുത്തപ്പോൾ എല്ലാ പത്രക്കാരും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിരുന്നു, എന്നിട്ടും അനങ്ങിയില്ല. അത് കഴിഞ്ഞപ്പോൾ മാതൃഭൂമിക്കാർ എന്നോട് ചോദിച്ചു, 1.5 കൊല്ലം കഴിഞ്ഞ്, ചേട്ടൻ കൊടുത്ത അപേക്ഷയിൽ എന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു തീരുമാനമായിട്ടില്ല എന്ന്. എന്നാൽ ഞങ്ങൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാൻ കൊടുത്തതിനൊരു തീരുമാനം വരട്ടെ. കാരണം ഞാൻ എന്തെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ പൈസയാണ്, എനിക്ക് പെൻഷനാണ്, അതുകൊണ്ട് അത് വരട്ടെ എന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഉടനെ തന്നെ അവരൊരു തീർത്തു. പിന്നെ 4.5 സെൻറ്റ് കൊടുക്കാൻ ഭാസ്കരൻ നായർ തയ്യാറാണോ
ഗവൺമെൻറ് എന്താ എടുക്കാത്ത എന്നും പറഞ്ഞ് വലിയ ഇതിൽ എൻ്റെയും ഭാര്യയുടെയും പടം ഇട്ടുകൊണ്ട് ഒരു പെട്ടെന്ന് ശ്രദ്ധ വരത്തക്ക രീതി ഒരു ഇട്ടു. എന്നിട്ടും സർക്കാർ അനങ്ങിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് വന്നത്. ഇപ്പോൾ 50,000 രൂപ കൊടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞ 2023 തോന്നുന്നു മറ്റേ ഈ നവകേരള വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു അപേക്ഷ എഴുതി പാടാവള്ളി വെച്ച് അത് കൊടുക്കാം എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് മാതൃഭൂമിക്കാരനായിട്ട് യാദൃച്ഛയായിട്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ ചേട്ടനിതൊന്നും കൊടുക്കണ്ട, ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കാം എന്നും പറഞ്ഞ് മാതൃഭൂമി അരൂരെ ലേഖകൻ ഒരു പ്രത്യേക ന്യൂസ് ഇട്ടു. എൻ്റെയും ഭാര്യയുടെയും കൂടെ എൻ്റെ പടം ഇട്ടേച്ച് വളരെ വിനയമായിട്ട് ഇങ്ങനെ ഉണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഞാനന്ന് ആ അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ നവകേരളയുടെ ഒരു കൊല്ലം തികയുമ്പോഴത്തേക്ക് പറ്റുമെങ്കിൽ നവംബർ 14 സഹകരണ വാരാഘോഷമാണ്. ആ ദിവസം നവകേരള സഹകരണ ഭവൻ എന്ന ഒരു വീടോടുകൂടി പറ്റുമെങ്കിൽ മുഖ്യമന്ത്രി തന്നെ ഇതിൻ്റെ താക്കോൽ ദാനം കൊടുക്കണം എന്ന് ഞാൻ പറയുകയും അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോയോടുകൂടി മാതൃഭൂമി എറണാകുളം എഡിഷനിൽ അത് വന്നു. അത് ഇതേവരെ യാതൊരു പണിയും നടന്നിട്ടില്ല. അപ്പോഴിപ്പോൾ 4 വർഷം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ 5ാമത്തെ വർഷത്തേക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്താണ് മനസ്സിലെ പ്ലാന്? എപ്പോഴാണത് വരിക? എൻ്റെ വ്യക്തിപരമായ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ആഗ്രഹമുണ്ട്. എവിടം വരെ എത്തുമെന്നറിയാൻ പാടില്ല. 5ാം വർഷവും നടത്തണമെന്ന് തന്നെയാണ്. അത് എൻ്റെ കഴിഞ്ഞ 22-ലും 23-ലും വീട്ടിൽ വെച്ചാണ് നടത്തിയത്. അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് നടത്തണമെന്ന് തന്നെയാണ്. അത് തന്നെയല്ല, ഈ ഡിസംബർ 3 എന്ന് പറയുന്നത് ഭിന്നശേഷി ദിനമാണ്. അപ്പോൾ ആ ഭിന്നശേഷി ദിനത്ത് തന്നെ അന്ന് ഒരു പ്രത്യേകത എന്ന യാദൃശ്യമായിട്ടാണ് എൻ്റെ ഈ 2-ാം തീയതി എന്ന് പറയുന്നത് എൻ്റെ 80ാമത്തെ ജന്മദിനമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ആഘോഷമോ അല്ലെങ്കിൽ വ്യക്തിപരമായ അംഗീകരിക്കലോ അല്ലെങ്കിൽ 80ാം പിറന്നാൾ അതിലൊന്നും എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ഒന്നുകൂടി ഇതാക്കുന്നതിന് വേണ്ടിയിട്ട് 80ാം പിറന്നാളും ഭിന്നശേഷി ദിന ആചരണവും എന്നങ്ങനെ ആക്കിക്കൊണ്ട് ഈ വീട്ടിൽ വെച്ച് നടത്തിയാൽ കൊള്ളാമെന്ന് ഒരു മോഹം മനസ്സിൽ ഉദിച്ചിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ആദ്യ കക്ഷി എന്നുള്ള നിലയിൽ ഭാര്യയോട് പറഞ്ഞു. ഭാര്യ എപ്പോഴും ഞാൻ പറയുന്നതിന് ഓക്കെയാണ്. എങ്കിലും ഇന്നത്തെ സാഹചര്യങ്ങൾ അവർക്ക് വലിയ ആശങ്കയുണ്ട്. ചേട്ടൻ തന്നെ ഇതൊക്കെ കൈകാര്യം ചെയ്യുമോ? പിള്ളേർക്കാണെങ്കിൽ വരാൻ ബുദ്ധിമുട്ടായിരിക്കും, അന്ന് വർക്കിംഗ് ഡേ ആണ്, ഇതാണെന്നൊക്കെ തന്നെയല്ല. ഈ ഷഷ്ടിമൂർത്തി അല്ല 80ാം പിറന്നാളെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരെന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞാൽ അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. അതൊന്നും നമ്മൾ പറഞ്ഞാൽ നമ്മളിത് മാത്രം പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥസമ്മതം ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാലും അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് നടത്തുമ്പോഴുള്ള ബുദ്ധിമുട്ട് അപ്പോൾ എൻ്റെ മനസ്സിലുള്ളതാണെങ്കിൽ ഈ 5ാമത്തെ വർഷവും നടത്തണം. ഞാൻ മുമ്പ് AR ഓഫീസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഈ 5ാമത്തെ വർഷവും ഇങ്ങനെ തന്നെ നടത്തണം. അതായത് 15 പേരും പിന്നെ നമ്മുടെ സംഘടനാ തലത്തിൽ 5 പേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 20 പേരായി. അപ്പോൾ ആ 20 പേരും ഈ കൊടുക്കുന്നവരും അവരുടെ ബന്ധുക്കളും പിന്നെ എൻ്റെ ബന്ധുക്കളും പിന്നെ എൻ്റെ പെൻഷൻ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ ആൾക്കാർ എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ആളായി. അപ്പോൾ അതെല്ലാം കൂടെ വച്ചിട്ട് ഡിസംബർ 3-ാം തീയതി ഭിന്നശേഷി ദിനത്തിൽ വീട്ടിൽ വെച്ച് നടത്തണമെന്നൊരു മോഹമുണ്ട്. പക്ഷേ അത് പ്രായോഗിക തലത്തിലേക്ക് വന്നിട്ടില്ല. അത് കഴിയുമെങ്കിൽ ഒരു ഭിന്നശേഷിക്കാരിയായ 4 ആൾ അറിയുന്ന ഒരാളെ കൊണ്ടോ അതുപോലെ തന്നെ ഇപ്പോൾ പഞ്ചായത്ത് 2ഉം കഴിഞ്ഞു, ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞു, അടുത്ത നമ്മുടെ പ്രോട്ടോക്കോളനുസരിച്ച് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ 5 എന്ന് പറയുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷ ഇത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചില പ്ലാനൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്ന് നടന്നു കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ 5ാം വർഷവും ഉദ്ഘാടനം ചെയ്യണം. അതും 4-ാം വർഷവും 3-ാം വർഷവും നടത്തിയതുപോലെ ഭംഗിയായി നടത്തുകയും പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് എണീറ്റ് നടക്കാനും എൻ്റെ ബുദ്ധി ഉള്ളിടത്തോളം കാലം പെൻഷൻ കിട്ടുന്നിടത്തോളം കാലം 15-ൽ കുറയാത്തവർക്ക് നമ്മൾ ഇത് കൊടുക്കും. കാരണം എൻ്റെയും ഭാര്യയുടെയും ചിലവെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. പിന്നെ അതല്ല വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സംവിധാനത്തിൽ നിന്നുള്ള കൂടുതൽ കരുതി വയ്ക്കുന്ന ഒരു സ്വഭാവത്തിന് എനിക്ക് വിശ്വാസമില്ല. വേണ്ടവർക്ക് കൊടുക്കുക, കരുതി വയ്ക്കുന്നതിനേക്കാളും നമ്മുടെ കയ്യിലുള്ളത് ആവശ്യക്കാരന് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള സമയത്ത് വന്നോളും എന്നുള്ള വിശ്വാസക്കാർ. അപ്പോൾ അതുകൊണ്ട് ഈ 5-ാം വർഷവും ഉദ്ഘാടനം ചെയ്യണമെന്നൊരാഗ്രഹത്തിലാണ്. അത് എത്രത്തോളം
പ്രായോഗികമാകുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഉദ്ദേശം ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തുക, പരമാവധി ആൾക്കാർ ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ളവരെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാക്കി തന്നെ എടുത്തിട്ട് അവരുടെ പ്രകടനങ്ങളും കാഴ്ചകളും ഒക്കെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു സന്ദേശം ഏറ്റവും താഴേക്കിടയില ഉള്ളൊരു പെൻഷൻകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിലുള്ള ഒരു ഉദ്ദേശം. അതായത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതും ഈ അദ്ദേഹത്തിൻ്റെ ചെയ്തിട്ടുള്ള പ്രവർത്തികളെക്കുറിച്ച് നമ്മൾ ഡിസ്കഷൻ നടത്തിയ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു ട്രിഗർ വരികയാണെങ്കിൽ അത് ചിലപ്പോൾ വേറൊരാളുടെ ജീവിതത്തിൽ കൊളുത്തുന്ന ഒരു വെളിച്ചമായി മാറും. എല്ലാം ഉപരി ഞാനിപ്പോൾ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സിൻ്റെ കുത്തൂർ യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റും പട്ടണക്കാട് ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡൻറ്റുമാണ്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് പോലെ തന്നെ പറയുകയല്ല, പ്രവർത്തിക്കുന്നതാണ്. സർക്കാരിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ. അവർ കോടിക്കണക്കിന് രൂപ ദുരിതാശ്വാസത്തിനുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ദുർബലരായവരെ കൂടി സഹായിക്കണം എന്നുള്ളൊരു നയം നമ്മുടെ സംസ്ഥാന തലത്തിലെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ജില്ലാ തലത്തിലുമൊക്കെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം. സംസ്ഥാന തലത്തിൽ 5 വീടുകൾ നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞു. വയനാടും പാലക്കാടും ഒക്കെ മലപ്പുറത്തുമൊക്കെ KSSP വീട് നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞു. ഞാനും എൻ്റെ സംഘടന വഴി അല്ലാതെ തന്നെ ഒരു വീട് ഏതായാലും നമ്മൾ കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് സംഘടനയും ഈ കാര്യത്തിൽ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ കൂടുതൽ ആൾക്കാരെ ഈ സ്വാതന്ത്ര്യ സ്പർശം, ഞാൻ പേരിട്ടിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലുള്ള സ്വാതന്ത്ര്യ സ്പർശം ക്ഷേമ പെൻഷൻ എന്നാണ്. അതാണ് 3 തുടങ്ങിയത് 15 ആയത്. അവർക്ക് പറ്റുന്ന തരത്തിലൊക്കെ സഹായിച്ചാൽ സമൂഹത്തിന് അതൊരു നേട്ടമായിരിക്കും. പക്ഷെ അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിനൊരു സാമ്പത്തിക ദോഷം വരാനും പോകുന്നില്ല. കൊടുത്തില്ല എന്ന് വിചാരിച്ച് അതിന് വലിയ നേട്ടം ഉണ്ടാകുമെന്നും എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരു സാധാരണക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ റിട്ടയർഡ് ആയിട്ട് 25 കൊല്ലമാകുന്നു. അപ്പോൾ 25 കൊല്ലത്തിനിടയ്ക്ക് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ ഇത് നമ്മൾ പുതിയ തലമുറ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതും IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഒക്കെ രൂപ ശമ്പളം മേടിക്കുന്നവർ അവരവരുടെ ശമ്പളത്തിൽ നിന്നും ഒരു ചെറിയ തുക മാറ്റി വയ്ക്കുകയാണെങ്കിൽ, എല്ലാ മാസവും മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് തന്നെ ഒരു വലിയ ദിശാബോധം നൽകാനും അശരണരെ നമുക്ക് സഹായിക്കാനായിട്ടും സാധിക്കും. അങ്ങനെ എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ഒരു അല്പം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാനും അവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമാക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം നമ്മുടെ ഭാസ്കരൻ സാറിൻ്റെ ശിഷ്ട ജീവിതത്തിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞങ്ങളോട് സഹകരിച്ചതിന് ഒത്തിരി നന്ദി.